ധീരർ ഷഹീദ് ഷാനിന്റെ വാർന്ന ചോരകളെ പുരതമാറ്റു സംഘ പരിവാർ ഭീരുക്കളെ കാരിരുമ്പാണി ഭീതിയില്ല തെറ്റിൻ വാഹകരെ സ്വസ്ഥത കാത്തരുളാനിറങ്ങിയ നേരിൻ പ്രചാരകരെ സ്വർഗത്തിൻ വീതിയിലെ ഭയക്കില്ല ശത്രുവിൻ വാളുകളെ ഓ പ്രിയ ഷാൻ ശാന്തതയിൽ നീയുറങ്ങ് ഉത്തമ ജന്നത്തോപ്പിൻ മടിയിൽ നീ മയങ്ങ് നിന്റെ ധർമ്മം പൂർണ്ണമാക്കാൻ ഞങ്ങളുണ്ട് ദാമമായി നെഞ്ചിലേറ്റിടും ഞങ്ങൾ ഓർമ്മകളെ ധീരർ ഷഹീദ് ഷാനിന്റെ വാർന്ന ചോരകളെ സൗഹൃദത്തിൻ കൈകൾ കോർത്ത് ഇന്ത്യ രാജ്യത്ത് സർപ്പം പോലെ പണം വീർത്ത് സംഗീയത്തി പോര് മൂത്ത് സൗഹൃദത്തിൻ കൈകൾ കോർത്ത് സർവർ നീങ്ങിടും ഇന്ത്യ രാജ്യത്ത് സർപ്പം പോലെ പണം വീർത്ത് സംഗീയത്തി പോര് മൂത്ത് നീ എതിർത്തു വാക്കുതിർത്തു ൂരരത്തി ഒരു തീർത്തു ഇറ്റിറ്റി വീയുന്ന രക്തക്കണങ്ങളിൽ മൊട്ടിട്ടു ഒട്ടേറെ പൂക്കൾ പറ്റി വരളും മനുഷ്യത്വം വീണ്ടും തളിർപ്പിക്കും ആതിര മക്കൾ ഇറ്റിറ്റി വീയുന്ന രക്തക്കണങ്ങളിൽ മൊട്ടിട്ടു ഒട്ടേറെ പൂക്കൾ പറ്റി വരളും മനുഷ്യത്വം വീണ്ടും തളിർപ്പിക്കും ആതിര മക്കൾ ദാമമായി നെഞ്ചിലേറ്റിടും ഞങ്ങൾ ഓർമ്മകളെ ധീരർ ഷഹീദ് ഷാനിന്റെ വാർന്ന ചോരകളെ ആയിരം ഷാനിനി എത്തും അവർ താരകമായി മിന്നിക്കത്തും അബലന്റെ കണ്ണീരുമൊപ്പം അതിലാരെതിർത്താലും ദൂരത്തും ആയിരം ഷാനിനി എത്തും അവർ താരകമായി മിന്നിക്കത്തും അബലന്റെ കണ്ണീരുമൊപ്പം അതിലാരെതിർത്താലും ദൂരത്തും ഷാനിൻ വഴി ശാന്തി മൊഴി സഫലമാകും ഞങ്ങളാലേ നീ മേലെ മാനത്ത് ആത്മീയ ലോകത്ത് കണ്ണിൽ കുളിർക്കൊണ്ടിരിക്കൂ നിസ്തുല്യനായി തീർത്ത ധീരമാ വീതിയിൽ ഞങ്ങൾ പരക്കും ചിരിക്കൂ നീ മേലെ മാനത്ത് ആത്മീയ ലോകത്ത് കണ്ണിൽ കുളിർക്കൊണ്ടിരിക്കൂ നിസ്തുല്യനായി തീർത്ത ധീരമാ വീതിയിൽ ഞങ്ങൾ പരക്കും ചിരിക്കൂ ദാമമായി നെഞ്ചിലേറ്റിടും ഞങ്ങൾ ഓർമ്മകളെ
ധീരർ ഷഹീദ് ഷാനിന്റെ വാർന്ന ചോരകളെ. മറ്റു സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഷഹീദ് ഷാൻ സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല എന്ന സന്ദേശമാണ് ഓരോ അനുസ്മരണ സമ്മേളനവും നാടിന് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒരു ജില്ല എന്ന നിലയിൽ ചരിത്രം രചിച്ചപ്പോൾ അത് ആഘോഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആഘോഷ പരിപാടികളുടെ സംഘാടകനായി, മുഖ്യ സംഘാടകനായി നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഷാൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ല എന്നതിലുപരി പ്രിയപ്പെട്ട ഷാൻ്റെ അദൃശ്യ സാമീപ്യം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ പ്രവർത്തന പന്ഥാവിൽ അനുദിനം കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഷാൻ കാണിച്ചു തന്ന ഷാൻ്റെ പ്രവർത്തനത്തിലെ കർമ്മോത്സുകത ജീവിതചര്യയാക്കിക്കൊണ്ടാണ്
നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഷാനെ ഇല്ലാതാക്കാൻ നോക്കിയവർ, ഷാനെ ഇല്ലാതാക്കിക്കൊണ്ട്, ഷാനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഈ ആശയത്തെ ഇല്ലാതാക്കാൻ നോക്കിയവർ, അവർക്ക് നമ്മെ തളർത്തുവാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം നമ്മുടെ പ്രിയങ്കരായ 15 സഹോദരന്മാർക്ക് അനീതിയുടെ കഴുമരം വിധിച്ചുകൊണ്ട് അവർ നമ്മെ തളർത്തുവാൻ നോക്കി. ശേഷം നമ്മുടെ നേതാക്കന്മാരെ തുറങ്കിലടച്ചുകൊണ്ടും നമ്മുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയുമൊക്കെ തന്നെ നമ്മളെ തളർത്തുവാൻ നോക്കിയപ്പോൾ സായി സാഹിബും അബു സാഹിബും പ്രിയങ്കരനായ ഷാനുമൊക്കെ വെട്ടിയ വഴിയിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നാം കുതിച്ചുയർന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു നേട്ടമാണ്. അവരുടെ മുന്നിൽ നാം തോറ്റില്ല, അവർക്ക് നമ്മെ തോൽപ്പിക്കാനായില്ല, ഇനിയൊട്ട് സാധിക്കത്തുമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാം തെളിയിച്ചതാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പോടുകൂടി SDP അപ്രസക്തമാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ നമ്മെ ഫിനിഷ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് മുന്നിൽ ധാരാളം പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കൊന്ന് ചലിക്കാൻ പോലുമാകാത്ത വിധം സാമ്പത്തികമായി നമ്മെ ഞെരുക്കിക്കൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുന്നിൽ നമ്മൾ പൂർണ്ണമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായി പോകുമെന്ന് കരുതിയവർക്ക് മുന്നിലാണ് നിരവധി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലുമൊക്കെ നമുക്ക് മുന്നേറ്റം കുറിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ല തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുക്കൂട്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഒന്നിച്ച് ഒരുമിച്ച് നമുക്കെതിരെ ക്രോസ് വോട്ട് ചെയ്ത് നമ്മുടെ സിറ്റിംഗ് വാർഡുകളിൽ നമ്മളെ തോൽപ്പിക്കുവാൻ വേണ്ട എല്ലാ പണിയും എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിയ്യപുരത്ത് നമ്മുടെ സിറ്റിംഗ് വാർഡിൽ BJPയും അതുപോലെ തന്നെ CPMും ക്രോസ് വോട്ട് ചെയ്ത് അവിടെ UDFനെ വിജയിപ്പിക്കുന്നു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ നമ്മളും BJPയുമായി മുഖാമുഖം മത്സരിക്കുമ്പോൾ അവിടെ UDFന് ക്രോസ് വോട്ട് ചെയ്ത് അവിടെ ഒരു വാർഡിൽ UDFനെ വിജയിപ്പിക്കുന്നു. അങ്ങനെ BJPയും നമ്മളും മുഖാമുഖം മത്സരിച്ച സ്ഥലങ്ങളിൽ LDFന്റെയും UDFന്റെയും ഒക്കെ വോട്ടുകൾ BJPയുടെ പെട്ടിയിലേക്ക് പോയി. BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചാലും വേണ്ടിയില്ല, SDP-യെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മോട് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ സിറ്റിംഗ് വാർഡുകൾ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമായത്. നാം ഒന്ന് പരിശോധിക്കണം. നമ്മുടെ പ്രവർത്തകർ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് എണ്ണയിട്ട യന്ത്രം പോലെ അക്ഷീണ പ്രയത്നത്തിലൂടെ ഓരോ ദിവസവും പണിയെടുത്ത് കൃത്യമായ വോട്ടുകൾ, ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടുകൾ നമ്മൾ ഓരോ വാർഡിലും സമാഹരിക്കുമ്പോഴും അവിടെയൊക്കെ തന്നെ ക്രോസ് വോട്ടുകളിലൂടെ നമ്മൾ തോറ്റ വാർഡുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇടത് വലത് മുന്നണികളും ഇവിടുത്തെ BJPയുമായി ഒരു നെക്സസ് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ തോൽവിക്ക് വേണ്ടി അവർ കളമൊരുക്കി എന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ്. അവിടെയാണ് അത്രയൊക്കെ തന്നെ അഹോരാത്രം അവർ പണിയെടുത്തിട്ട് പോലും നമ്മുടെ ജില്ലയിൽ നമുക്ക് പുതുതായി 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. ഒരു ബ്ലോക്ക് ഡിവിഷനിൽ നമുക്ക് വിജയിക്കുവാൻ സാധിച്ചു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് നമ്മൾ നിലനിർത്തി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ പിടിച്ച 4 സീറ്റിൽ നിന്നും 6 സീറ്റിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ അരൂക്കുറ്റി പഞ്ചായത്ത്, മണ്ണഞ്ചേരി പഞ്ചായത്ത്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത്, താമരക്കുളം പഞ്ചായത്ത്, വള്ളികുന്നം പഞ്ചായത്ത് തുടങ്ങിയിടങ്ങളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായി നമ്മുടെ പാർട്ടി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ നമ്മൾ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം നമുക്ക് മുന്നിൽ സൃഷ്ടിച്ച വെല്ലുവിളികളെയൊക്കെ തന്നെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ KS ഷാന്റെ കൊലയാളികൾ ഇന്നും അവർ
ജാമ്യത്തിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷാനെ കൊലപ്പെടുത്തിയ കേസ് ഇതുവരെയും ഷെഡ്യൂൾ ചെയ്തിട്ട് പോലുമില്ല. ജനുവരി 26 തുടങ്ങുമെന്ന് ഒരു പുതിയ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷാന്റെ കൊലപാതകങ്ങളുടെ ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാന്റെ പ്രിയപത്നി ഫൻസില സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ കേരള സർക്കാർ ഷാന്റെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത വരികയുണ്ടായി. ഇവിടുത്തെ സഖാക്കളൊക്കെ തന്നെ ഒരുപാട് ആഘോഷിച്ചതാണ്. കണ്ടില്ലേ, സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. ഷാന്റെ പ്രതികളായ RSSകാർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടത് സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇരട്ടത്താപ്പ് നമുക്ക് വലിച്ചു കീറേണ്ടതുണ്ട്. കാരണം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ ഷാന്റെ കൊലപാതകങ്ങളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കാമെന്ന് വളരെ കൃത്യമായി ഇവിടുത്തെ RSS ക്രിമിനലുകൾക്ക് ജാമ്യം കൊടുക്കുന്നുകൊണ്ട് സർക്കാരിനൊരു കുഴപ്പമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയവരാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു ഇരട്ടത്താപ്പുമായി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടത്, പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടത്. സെഷൻസ് കോടതിയിൽ അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ 1 വർഷമായി ജയിലിൽ കഴിയുന്നു, അവർക്കിനി ജാമ്യം കൊടുക്കാമെന്നാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ വക്കീൽ അഥവാ പ്രോസിക്യൂട്ടർ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ പറഞ്ഞത്. അത് സർക്കാരിൻ്റെ നിലപാടാണ്. രേഖാമൂലം നമുക്ക് എവിടെ ആർക്കും കിട്ടും, ഇവിടുത്തെ മീഡിയകൾക്കടക്കം കിട്ടും. അത്തരത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കൃത്യമായ അന്തർധാരയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയിരുന്നു, ഈ ഡീലിമിറ്റേഷന്റെ ഫലം കൊയ്യാൻ പോകുന്നത് ഇവിടുത്തെ CPM-ഉം BJP-യും ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ മുന്നിൽ ഭരണകൂടം സൃഷ്ടിക്കുന്ന ഈ വെല്ലുവിളികളെ, ഈ പ്രതിസന്ധികളെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ഷാൻ കാണിച്ചു തന്ന വഴിയെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് മറികടക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിന് എൻ്റെ പേരിലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് സാഹിബിനെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ് സാഹിബിനെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹ്യൂമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഹുമാന്യനായ അജ്മൽ ഇസ്മായിൽ സാഹിബിനെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SDTUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം TK നാസർ പുറക്കാടിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഏറെ പ്രിയങ്കരനായ ജോർജ് മുണ്ടക്കയത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SP അമീർ അലിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് K റിയാസ്, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പഴയങ്ങാടി എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. നന്ദി താഹിർ സാഹിബ്. മനസ്സും മസ്തിഷ്കവും ഉള്ളിടത്തൊന്നും ആരും മരിക്കുകയില്ല, രക്തസാക്ഷിത്വത്തിലൂടെ ജീവിക്കുകയുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് അനശ്വരമായി ജീവിക്കുന്നതിനു വേണ്ടി അവർ ജീവനും രക്തവും നൽകുമെന്ന് കുറിച്ചിട്ടുകൊണ്ട് നമ്മിൽ നിന്നും വിട പറഞ്ഞ ധീര രക്തസാക്ഷി K ഷാൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസാരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ K ഷാൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തെ സമ്പന്നമാക്കിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്, വേദിയിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ്, പ്രിയപ്പെട്ട
സംസ്ഥാന നേതാക്കൾ എം താഹിർ, അജ്മൽ ഇസ്മായിൽ, ജോർജ് മുണ്ടക്കയം, SDTU സംസ്ഥാന സമിതി അംഗം നാസർ പുറക്കാട്, വിമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഹിയാൻ സുധീർ, ഈ സമ്മേളനത്തിൽ സാന്നിധ്യമറിച്ചിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ കെ റിയാസ്, പാലക്കാട് നിന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് ഷാനെ അനുസ്മരിക്കാനെത്തിയ പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന സമിതി അംഗം SP അമീർ അലി, പ്രിയപ്പെട്ട സാലിം, മറ്റ് AB ഉണ്ണിസാർ അടക്കമുള്ള നേതൃത്വങ്ങളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, ഈ സമ്മേളനം ദൂരെ ഇരുന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന SDP-യുടെ അനുഭാവികൾ, സംഘാടകർ, സഹപ്രവർത്തകർ എല്ലാവർക്കും ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുക. കെ ഷാൻ 2021 ഡിസംബർ 18-നാണ് കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. സംഘപരിവാറിൻ്റെ വംശീയ ഉന്മൂലന പദ്ധതികൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രോജ്വലമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്ത പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും യുവത്വം തെളുമ്പുന്ന, പ്രസരിപ്പാർന്ന, ഏറ്റവും ആക്റ്റീവായ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആലപ്പുഴക്കാർക്കെന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും സാന്നിധ്യമായി അറിഞ്ഞിട്ടുള്ളതാണ്. 2014 ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴാണ് ഞാൻ വ്യക്തിപരമായി ഷാനുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നത്. അതിനുശേഷം 7 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി നിൽക്കുകയും അദ്ദേഹത്തോടൊപ്പം ഒരുപാട് യാത്രകളിലും സംഘാടന പ്രവർത്തനങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. തീർച്ചയായും നിസ്വാർത്ഥമായ, ഏറ്റവും പ്രസരിപ്പാർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഷാൻ നിലകൊണ്ടത്. രക്തസാക്ഷികൾ അമരന്മാരാണ്. പ്രത്യേകിച്ച് കെ ഷാൻ യുവത്വത്തിൽ നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം യുവാവായ കെ ഷാനെ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണെന്ന് ഞാൻ കരുതുകയാണ്. ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിശാലമായ ഒരു വേദിയാണ്. രാഷ്ട്രീയമായി ഇന്ത്യയിലെ മർദ്ദിത സാമൂഹ്യ വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇവിടെ സ്വാഗത പ്രാസംഗ്യൻ സൂചിപ്പിച്ചതുപോലെ വളരെ അത്യധ്വാനം ചെയ്ത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്നു. പക്ഷേ ഷാൻ്റെ ഈ കാൽപെരുമാറ്റം കേട്ട അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയിൽ അതിശക്തമായി വിജയിക്കാൻ കഴിഞ്ഞ നിങ്ങളെ ഓരോരുത്തരെയും ഷാൻ്റെ രക്തസാക്ഷിത്വവും ഓർമ്മയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് കൊടുക്കാനുള്ളത്, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ ഷാൻ മത്സരിച്ചിട്ടുണ്ട്. ആലപ്പുഴ പാർലമെൻറ്റിൽ 2019 ഷാൻ മത്സരിച്ചിട്ടുണ്ട്. എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അമ്പലപ്പുഴയിൽ നിന്ന് കേരളത്തിൽ ആദ്യമായി ഒരു MLA സൃഷ്ടിക്കാൻ ഷാൻ്റെ ഓർമ്മകൾക്ക് കഴിയട്ടെ. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ ജോർജ് മുണ്ടക്കയം,
SP അമീർ അലി, MM താഹിർ, ജില്ലാ പ്രസിഡന്റ് K റിയാസ്, റൈഹാനത്ത് സുധീർ, TK നാസർ പുറക്കാട്, നാസർ പഴയങ്ങാടി അടക്കമുള്ള ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാർ, കെ ഷാൻ, ഈ ഒരു പദം കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ എക്കാലവും തിളങ്ങി നിൽക്കുന്ന, ഉജ്ജ്വലമായി പ്രശോഭിച്ചു നിൽക്കുന്ന, ആർക്കും ഊതിക്കെടുക്കാൻ കഴിയാത്ത ഒരു 25 ദിവസം മുമ്പ് ചെന്നൈയിൽ വെച്ച് STPയുടെ ദേശീയ പ്രതിനിധി സഭ നടക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഷാൻ സാഹിബും ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒത്തുകൂടിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന 250ഓളം വരുന്ന പ്രതിനിധികളിൽ പരസ്പരം പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും. തീർച്ചയായിട്ടും പല ഭാഷകൾ, പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾ, ഹിന്ദി സംസാരിക്കുന്നവർ, തെലുങ്ക് സംസാരിക്കുന്നവർ, തമിഴ് സംസാരിക്കുന്നവർ, അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദമായ ഒരു സംഗമമായിരുന്നു പാർട്ടിയുടെ ദേശീയ പ്രതിനിധി സഭ. പക്ഷേ ഭാഷകൾക്കൊക്കെ അപ്പുറം എല്ലാ ആളുകളെയും നേരിൽ കണ്ട് പരിചയപ്പെടാനും എല്ലാവരുടെയും കൂടെ സെൽഫി എടുത്ത് ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന ഒരു സന്ദേശം അറിയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒട്ടുമിക്ക പ്രതിനിധികളെയും കൂടെ നിന്ന് സെൽഫി എടുത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ഇന്ന് അതിലെ ഒരു സെൽഫി, ഞാനും റിയാസ് സാഹിബും ഷാൻ സാഹിബും ഒക്കെ ഉള്ള ഒരു സെൽഫി, ഷാന്തൻ്റെ എടുത്ത സെൽഫി ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഞാൻ ആലോചിച്ചിരുന്നു അന്ന് തന്നെ, എന്താണ് ഷാൻ ഇത്ര ഒരു വല്ലാത്ത ഒരു എല്ലാവരുമായി, അവിടെ വന്ന മുഴുവൻ ആളുകളുമായി അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ സെൽഫി എടുത്ത് ആഘോഷിച്ച് ആ ഒരു പ്രതിനിധി സഭയെ ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. അതൊരു അന്ന് ഇപ്പോഴും എനിക്കത് ഒരു എന്താ പറയുക, ഒരു നനവ് വരുന്ന, കണ്ണിൽ നനവ് വരുന്നൊരു ഓർമ്മയാണ്. അത് ഷാൻ്റെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്, ഷാൻ്റെ ജീവിതത്തിലെ അത്തരം ഒരു നല്ല മുഹൂർത്തങ്ങളെ ആവാഹിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലെ കഴിവ് മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിൽ മുഴുവൻ അത് പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് ഷാൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏത് പാർട്ടി പ്രവർത്തകനും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. എല്ലാവരുമായി നല്ല സൗഹൃദമുണ്ടാക്കാൻ, എല്ലാവരുമായി നന്നായി ഇഴുകിച്ചേരാൻ, ആരോടും വെറുപ്പുണ്ടാകാതെ ആരുമായും നല്ല ബന്ധം നിലനിർത്താൻ, എല്ലാവരുടെയും ഹൃദയത്തിൽ കയറി ഒരു ചെയറിട്ട് കസേരയിട്ട് ഒരു കീഴിടത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു പ്രതിഭയായിരുന്നു ഷാൻ. അത് ഒരു പാർട്ടി പ്രവർത്തകന്മാരിൽ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. തിരിച്ചും അങ്ങനെയായിരുന്നു. അതിപ്പോഴുള്ള റിസൾട്ടിലും അത് വ്യക്തമാണ്. അങ്ങനെയുള്ള അത് നമുക്കറിയാം, പ്രത്യേകിച്ചും ദൈവം വളരെ നേരത്തെ തിരിച്ചു വിളിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രകൃതം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, വളരെ നേരത്തെ ദൈവം തമ്പുരാൻ അവൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന നല്ല പ്രതിഭാതന്മാരായ ആളുകളൊക്കെ പരിശോധിച്ചാൽ എല്ലാവരും ഇങ്ങനെയാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് അവർ ലോകത്തെ കീഴടക്കും. ആളുകളുടെ മനസ്സിൽ അവർ സിംഹാസനങ്ങൾ ഉണ്ടാക്കും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഏറ്റവും വേണ്ടപ്പെട്ടവരുമാവും. അവരുടെ കഴിവുകൾ അവർ വളരെ മനോഹരമായി അവതരിപ്പിക്കും. നമുക്കൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ 10 ഇരട്ടി കഴിവുകൾ അവർ പ്രകടമാക്കും. എന്ന് വെച്ചാൽ അവർ ഭൂമിയിൽ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു സാധാരണ ജീവിതത്തിൻ്റെ ആ ഒരു സ്പാനുണ്ട്, ലൈഫ് സ്പാനുണ്ട്. ആ സ്പാനിൽ അവർ ചെയ്തു തീർക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് 75 80 ദൈവം തമ്പുരാൻ എത്രയാണോ നമുക്ക് ആയുസ് തരുന്നത്, ആ ആയുസ്സിൽ നാം ചെയ്തു തീർക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ദൈവം തിരിച്ചു വിളിക്കുന്ന ആ കാര്യത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്ന ഉജ്ജ്വലമായ ജീവിതമാണ് നമുക്ക് ചരിത്രത്തിൽ എപ്പോഴും കാണാൻ പോകുന്നത്. അത് രക്തസാക്ഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. അല്ലാത്തവരുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഷാൻ എന്ന് പറയുന്ന വ്യക്തിത്വം
നമ്മളിൽ അങ്ങനെ ജീവിച്ചു പോയി. ഒരുപാട് ത്യാഗത്തോടുകൂടി ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികളെയൊക്കെ അതൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. ഏതാണ് ആ രാഷ്ട്രീയം? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. ഈ 2025 ഈ ഡിസംബർ 9 നവംബർ 25 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫൈസാബാദിലെ ബാബരി മസ്ജിദ് തകർത്ത് പണിത ശ്രീരാമ ജന്മക്ഷേത്രത്തിൽ വന്ന് ധ്വജാരോഹണം എന്ന ചടങ്ങ് നടത്തി. ശ്രീരാമ ജന്മക്ഷേത്രം അവിടെ പൂർത്തീകരിക്കാതെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒന്നായിരുന്നു. പക്ഷെ 5 വർഷവും 3 മാസവും എടുത്ത് ശ്രീരാമക്ഷേത്രം പൂർത്തിയാക്കിയതിൻ്റെ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി, ഒരു പതാക ഉയർത്തി ധ്വജാരോഹണം നടത്താൻ വേണ്ടി നരേന്ദ്രമോദി ശ്രീരാമ ജന്മക്ഷേത്രത്തിൽ വന്നിരുന്നു. അന്ന് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇന്ത്യ, ഈ രാജ്യം ഭാരതം, ഇന്ത്യ എന്ന് അവർ പറയില്ല, ഇന്ത്യ എന്നത് അവർക്ക് നാവ് വഴങ്ങാത്ത ഒരു പ്രയോഗമാണ്. ഭാരതം ഇന്ന് ആഹ്ലാദിക്കുന്ന സുദിനമാണ്. ഇന്ന് മുതൽ ഈ രാജ്യം രാമമയമാവുകയാണ്. ഇന്ന് മുതൽ ഈ രാജ്യത്തിൻ്റെ വികസന സങ്കല്പം രാമമയമായ സങ്കല്പമാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ രാമൻ? ഈ രാമൻ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യമല്ല. ഈ രാമൻ എന്ന് പറയുന്നത് മറ്റുള്ളവന് സഹോദരനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന രാമനല്ല. വിദ്വേഷത്തിൻ്റെ അങ്ങേയറ്റത്തെ എല്ലാവിധ വിദ്വേഷത്തിൻ്റെ സകല കാഹളവും മുഴക്കി സ്വന്തം സഹോദരനെ പോലും കൊന്നെടുക്കാൻ അറപ്പില്ലാത്ത ഒരു വർഗത്തെ സൃഷ്ടിക്കുന്ന രാമനെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ന് മുതൽ ആ രാമമയമാണ് ഈ രാജ്യമെന്ന്. അതിനർത്ഥം ഈ രാജ്യത്തിന് സ്വസ്ഥതയില്ലാത്ത, പരസ്പരം ഇഷ്ടപ്പെടാത്ത, പരസ്പരം സ്നേഹിക്കാത്ത, ആളുകളുടെ കലാപം ഊർജിതമാക്കുന്ന, ജനങ്ങളെ തമ്മിലടിച്ച് കൊല്ലിക്കാൻ ശ്രമിക്കുന്ന, പരസ്പരം ഇഷ്ടപ്പെടാത്ത ഒരു ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാവുകയാണ് ഇന്ത്യ എന്ന സന്ദേശമാണ് നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ നവംബർ 25 ശ്രീരാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തി പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്. അത്തരമൊരു രാഷ്ട്രീയത്തെയാണ് വളരെ മുമ്പേ മുന്നിൽ കണ്ടുകൊണ്ട് ആ രാഷ്ട്രത്തിനെതിരെയുള്ള തീക്ഷ്ണമായ ഒരു പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായിരുന്നു നമ്മുടെ ഷാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള ദീക്ഷണാശാലികളും പ്രതിഭാസമ്പന്നന്മാരും ത്യാഗമനോഭാവമുള്ളവരും എപ്പോഴും ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുമുള്ള യാത്രികരായ ഇത്തരം പോരാളികളെ അവർ ഈ രാജ്യത്തിന്, ഈ ഭൂമിയിൽ നിന്ന് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ രാജ്യം അങ്ങനെ ഷാന്മാരുടെ ഇല്ലാതായ്മ കൊണ്ട്, അവരില്ലാതാക്കിയത് കൊണ്ട് ഈ രാജ്യത്ത് ഫാശക്തികൾ ആഗ്രഹിക്കേണ്ടതില്ല. ഈ രാജ്യത്ത് ഷാന്മാർ 1000 ഉദിച്ചുയരും. 1000 ഷാന്മാർ ഉദിച്ചുയർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർ തകർക്കുക തന്നെയും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ അതിഭീഷണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നത് 1948 ഒക്ടോബർ 31 അന്നാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. നമുക്കറിയാം, അത് ആ ചരിത്രം, മഹാത്മാഗാന്ധി വെടിവെച്ചു വന്ന ആ ഒരു ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകം ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും അങ്ങേയറ്റം വെറുത്തതും, അങ്ങേയറ്റം എതിർത്തു പോന്നതും, അങ്ങേയറ്റം ഇഷ്ടപ്പെടാത്തതും ഈ രാജ്യത്തിന് ശത്രുക്കളാണ് അത് ചെയ്തത് എന്നും ഈ രാജ്യം മുഴുവനായി പൂർണ്ണമായി വിശ്വസിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെയാണ് ഇന്ന് കൊഞ്ഞനം കുത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. മഹാത്മജി വെടിവെച്ചു കൊന്ന കേസിൽ നാഥുറാം ഗോഡ്സെയാണ് കൊന്നത്, നമുക്കറിയാം. അതിന്റെ ഗൂഢാലോചന കേസിൽ പ്രതിയായ വി.ഡി. സവർക്കർ, മഹാത്മജി വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയായ വി.ഡി. സവർക്കർ, അദ്ദേഹത്തിന്റെ 140ാം ജന്മദിനത്തിലാണ് ഇന്ത്യയുടെ പാർലമെന്റ്, പുതിയ പാർലമെന്റ് മന്ദിരം ഈ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രാജ്യത്തിന്റെ ഏറ്റവും മഹത്തരമായ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ആ ഇന്ത്യൻ പാർലമെന്റ് അതിനൊരു പുതിയ മനോഹരമായ ഒരു കെട്ടിടമുണ്ടാക്കിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത് മഹാത്മജിയെ വെടിച്ചു കൊന്ന കേസിലെ പ്രതിയായ വി.ഡി. സവർക്കറുടെ 140ാം ജന്മദിനത്തിലായിരുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ
VD സദസ്കറുടെ ഫോട്ടോ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അനാച്ഛാദനം ചെയ്തിരുന്നു. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? രാജ്യത്ത് ഇവിടുത്തെ പൗരന്മാർ ഒന്നിച്ചു ജീവിക്കേണ്ട, മതസഹിഷ്ണുതയോടെ ഐക്യത്തോടെ പരസ്പരം ഇഴകിച്ചേർന്ന് ജീവിക്കേണ്ട ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഈ ശ്രമങ്ങൾക്കുള്ള പച്ചക്കൊടിയാണ്, അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു രാജ്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്നിവിടെ പൗരത്വ ഭേദഗതി നിയമങ്ങളും അതുപോലെ തന്നെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വഴി രാജ്യത്തെ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങളെ 2 തട്ടുകളാക്കി ഇവിടുന്ന് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും താഴ്ത്തതിൽ ജീവിക്കുന്ന ജനങ്ങളെ ഇവിടുത്തെ പൗരന്മാരല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ വർഷം ബീഹാറിൽ നടപ്പിലാക്കിയ വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിൽ 69 ലക്ഷം ആളുകൾ പുറത്തായെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും ദളിതരായിരുന്നു, പിന്നോക്കക്കാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ അങ്ങേയറ്റം താഴ്ന്നതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബീഹാറിലെ മനുഷ്യന്മാരായിരുന്നു. അങ്ങനെ രാജ്യത്ത് ഒരു ജനവിഭാഗത്തെ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള, ദളിതരടക്കമുള്ള, ആദിവാസികളടക്കമുള്ള ജനവിഭാഗത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് മനുസ്മൃതി നടപ്പിലാക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള നമ്മുടെ പോരാട്ടമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ പോരാട്ടത്തിലാണ് ബഹുമാന്യനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഷാൻ രക്തസാക്ഷിത്വം വഹിച്ചത്. ഈ രക്തസാക്ഷിത്വത്തിലൂടെ അദ്ദേഹം നൽകിയ സന്ദേശം ഈ പോരാട്ടം ശക്തമായി ഉയർത്തിപ്പിടിക്കാനാണ്. തീർച്ചയായും നമ്മൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നാം ആ ദൗത്യത്തിൻ്റെ പാന്താവിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടതുപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ ഈ പാർട്ടിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പ്രിയപ്പെട്ട MK ഫൈസി ഇന്ന് തീഹാർ ജയിലിലാണ്. അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് അബൂബക്കർ സാഹിബ് തീഹാർ ജയിലിലാണ്. പാർട്ടിയുടെ സംസ്ഥാന മന്ദിരത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വാങ്ങിച്ച ഭൂമി, അത് എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് സമ്പാദിച്ചെടുത്ത പണം കൊണ്ട് വാങ്ങിയ ഭൂമി പോലും അവിടെ ഒരു ഓഫീസ് മന്ദിരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരത് സീസ് ചെയ്ത ഒരു ഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത്. അങ്ങനെ എല്ലാ തലത്തിലും ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനും നേതാക്കന്മാരെ തുറുങ്കിലടക്കാനും അതിൻ്റെ പ്രവർത്തകന്മാരെ രക്തസാക്ഷികളാക്കി അതിൻ്റെ പാതകളെ അത് പ്രതിസന്ധിയുള്ളതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും നന്നായി ഈ പതാക ഉയർത്തി നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടുത്ത കേരള നിയമസഭയിൽ 2026 ഇവിടെ നടക്കുന്ന കേരള നിയമസഭയിൽ ഈ കേരളത്തിൻ്റെ നിയമസഭാങ്കണത്തിൽ SDP ശബ്ദമൊഴുങ്ങുന്ന ഒരു ശുഭമുഹൂർത്തത്തിനായി ഈ രാജ്യം കാത്തു നിൽക്കുകയാണ് എന്ന് നമുക്ക് പുറക്കെ പറയാൻ സാധ്യമാകും. നമ്മുടെ പ്രവർത്തകന്മാർ അതിന് സന്നദ്ധമാണ്. എല്ലാ ഭീഷണികൾക്കിടയിലും, എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ ഉജ്ജ്വലമായ വിജയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാം കാഴ്ചവെച്ചത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെ ഒരു വീരഗാഥ. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിനേക്കാളും 252 സീറ്റുകളിൽ പാർട്ടി വിജയത്തിനോടടുത്ത 2ാം സ്ഥാനത്താണ്. 102 സീറ്റുകളിൽ പാർട്ടി ജയിച്ചെങ്കിൽ 252 സീറ്റുകളിൽ വിജയത്തോടടുത്ത 2ാം സ്ഥാനത്താണ്. 350 സീറ്റുകളിൽ 3ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞ LDF-ഉം UDF-ഉം ഉള്ള കേരളത്തിൽ ഇന്ന് കേരളത്തിലെ LDF വിരുദ്ധ അല്ലെങ്കിൽ പിണറായി സർക്കാർ വിരുദ്ധ തരംഗം അതിശക്തമായി നിലകൊണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് പോലും, ആ തെരഞ്ഞെടുപ്പിൽ അത് UDF-ന് അനുകൂലമായിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF-ന്റെ മഹത്വം കൊണ്ടോ, UDF-ന്റെ ഉജ്ജ്വലമായ സംസ്കാരം കൊണ്ടോ, UDF-ന്റെ നേതൃത്വ ഗുണം കൊണ്ടോ, UDF കാണിച്ചു വെച്ച സൽക്രമം കൊണ്ടോ ഒന്നും അല്ല അവർക്ക് വോട്ട് കിട്ടിയതും ജയിച്ചതും. അത് LDF-നെതിരെയുള്ള വികാരമായിരുന്നു. ആ വികാര തള്ളിച്ചയിൽ UDF-ന് അനുകൂലമായി വോട്ട് കുത്തൊഴുകിയപ്പോൾ ആ കുത്തൊഴുക്കിലും ഈ പാർട്ടി ഉജ്ജ്വലമായി അചഞ്ചലമായി നിലകൊണ്ടു. അതാണ് 102 സീറ്റിലെ വിജയം. 2020 നമ്മൾ 102 സീറ്റിലായിരുന്നു വിജയിച്ചത്. ആ വിജയം നമ്മൾ പിന്നീട് അതിൽ 102 സീറ്റിൽ വിജയിച്ചു എന്ന് മാത്രമല്ല 252 സീറ്റിൽ നാം വിജയത്തോടടുത്ത 2ാം സ്ഥാനത്താണ്. അത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്, രാജ്യത്ത് BJP-ക്കെതിരെ, ഫാശക്തികൾക്കെതിരെ ഇന്ത്യ മുന്നണി രൂപീകരിച്ച ഇന്ത്യയിലെ കോൺഗ്രസും
ഇന്ത്യയിലെ മുസ്ലിം ലീഗും ഇന്ത്യയിലെ CPM അടക്കമുള്ള പാർട്ടികൾ ഇവിടെ നമ്മെ തോൽപ്പിക്കുന്നതിന് വേണ്ടി SDPI എന്ന ഒരു ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ഒരു SDPI ഫാസിസ്റ്റ് വിരുദ്ധ സംഘടനയായി ഉണ്ടാക്കിയതൊന്നുമല്ല. രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി, രാജ്യത്ത് സാമൂഹ്യ ജനാധിപത്യം ഉണ്ടാവുന്നതിന് വേണ്ടി, തുല്യനീതിയും സാമൂഹ്യ സമത്വം ഉണ്ടാവുന്നതിന് വേണ്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ രാജ്യത്ത് അതൊരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയായി മാറുകയായിരുന്നു. ആ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഈ രാജ്യശക്തമായി നിലകൊണ്ടുമ്പോൾ തന്നെ ആ ചേരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫാസിസവുമായി കൈകോർത്തിട്ടാണ് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ലീഗ് വിജയം നേടിയതെന്ന് നാം അറിയുമ്പോഴാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ് എത്രത്തോളം അപകടകരമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ ഒരു പ്രസ്താവനയ്ക്ക് വേണ്ടി പറയുകയല്ല. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത്, കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ, മലപ്പുറം ജില്ലയിൽ, അങ്ങനെ പലയിടങ്ങളിൽ BJPയുമായി ഒത്തുചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇന്ന് ആഘോഷിക്കുന്ന വിജയമുണ്ടാക്കിയെടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് രാജ്യത്ത് ഏതൊരു കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ചാൽ അറിയാം, ഈ രാജ്യത്ത് BJPക്കെതിരെ, RSSനെതിരെ, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയുടെ പേര് പറയാൻ പറഞ്ഞ ആദ്യത്തെ പേര് പറയുക അത് SDPയുടെ പേരാണ്. അതൊരു കുട്ടിക്ക് ആലോചിക്കേണ്ടി വരില്ല, ഏതാണ് ആ പാർട്ടി എന്ന് ചിന്തിക്കേണ്ടി വരില്ല. ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നിലപാടെടുക്കുന്ന, യാതൊരുവിധ കളങ്കവുമില്ലാത്ത, പരിമിതികളില്ലാത്ത നിലപാടെടുക്കുന്ന, അതിശക്തമായ എല്ലാവിധ എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് SDPI ആണെന്ന് ഒരു കൊച്ചുകുട്ടി പോലും ഉറക്കത്തിൽ വിളിച്ചു പറയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമുള്ള കേരള സംസ്ഥാനത്ത് ആ SDPയെ പരാജയപ്പെടുത്താൻ, ഫാസിസ്റ്റ് ശക്തികളായ BJPയോട് കൂട്ടുകൂടാൻ ഇവിടുത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുവെങ്കിൽ അവർ നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് സന്ദേശമാണ് അവർ ഈ രാജ്യം നൽകുന്നത്? നാളെ രാജ്യത്ത് ഏക സിവിൽ കോഡ് വന്നാൽ അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാജ്യം ഒരു ഹിന്ദു രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഔദ്യോഗികമായി ചെങ്കോട്ടയിൽ കയറി പ്രസംഗിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതിന് മുമ്പിൽ തലകുനിച്ച് നമോവാകം നടത്തി അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ പേരുണ്ടാവുമെങ്കിൽ അത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. അത്രയും വൃത്തികെട്ട രാഷ്ട്രീയമാണ് ലീഗും അതുപോലുള്ള കോൺഗ്രസും അതുപോലെ CPM അടക്കമുള്ളവർ ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വേറിട്ട ഒരു രാഷ്ട്രീയമായി നാം മുന്നോട്ട് പോകുന്നത്. ഇതിനുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നാം മുന്നോട്ട് പോവുകയാണ്. ഷാൻ നമുക്ക് തന്ന ഊർജം, ഷാൻ നമുക്ക് തന്ന ആവേശം, ഷാൻ നമുക്ക് തന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നാം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇവിടുത്തെ എല്ലാവിധ RSS ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് അത് നിങ്ങൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് SDPI. നന്ദി. CP ലത്തീഫ് സാഹിബ് അനീതിക്കെതിരെ തൻ്റെ യുവത്വം ഓടി നടന്നുകൊണ്ട് പ്രവർത്തിച്ച സമൂഹത്തിലെ അധസ്ഥിത പിന്നാക്ക പീഡിത വിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു ഷാൻ. ഷഹീദ് ഷാൻ അനുസ്മരണത്തിനായി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ ബഹുമാനനായ തുളസീധരൻ പള്ളിക്കൽ, ഈ മഹത്തായ പരിപാടി ഈ നിറഞ്ഞ സദസ്സിൽ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് സാഹിബ്,
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ആലപ്പുഴ ജില്ലയുടെ നിറസാന്നിധ്യമായ MM താഹിർ, വിമൺ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹോദരി റൈഹാനത്ത് സുധീർ, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങളായ അജ്മൽ ഇസ്മായിൽ, ജോർജ് മുണ്ടക്കയം, SP അമീർ അലി, പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് കെ റിയാസ്, ജനറൽ സെക്രട്ടറി നാസർ പഴയങ്ങാടി, വേദിയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, STUTൻ്റെ സംസ്ഥാന സമിതി അംഗം സഹോദരൻ DK നാസർ സാഹിബ്, ഈ സമ്മേളനത്തെ നിറസാന്നിധ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ഷഹീദ് ഷാനിൻ്റെ കുടുംബം ഉൾപ്പെടെ, അരുമയായ മക്കൾ ഉൾപ്പെടെ, സഹോദരന്മാർ, സഹോദരിമാർ, നാട്ടുകാർ, സ്നേഹിതന്മാർ, ഏവർക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഷാനോടൊപ്പം നടന്ന, ഷാനിൻ്റെ അളിയാന്നെന്ന് വിളി കേട്ടവർ, ഷാനിൻ്റെ കരം ഗ്രഹിച്ചവർ, ഷാനിനെ ചേർത്ത് പിടിച്ചവർ, ഷാനിനെ മാറോട അവർ തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ ഞാൻ എന്താണ് ഷാനിനെ അനുസ്മരിക്കുന്നത്? എന്നേക്കാൾ കൂടുതൽ, ഞങ്ങളെക്കാൾ കൂടുതൽ ഷാനിനെ ഹൃദയത്തോട് ചേർത്തവരാണ് നിങ്ങൾ. ഷാൻ എന്താണ്? ഷാൻ ആരാണ്? ഷാനിനെ വളർത്തിയവർ, ഷാനിൻ്റെ സ്നേഹത്തെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന നേതാവിനെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന അനുയായിയെ തൊട്ടറിഞ്ഞവർ, ഷാൻ എന്ന സംഘാടകനെ തൊട്ടറിഞ്ഞവർ, അവരുടെ മുമ്പിൽ ഷാനിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളൊന്നുമില്ല. നമ്മൾ ഓരോ വർഷവും ഷാനിനെ ഓർക്കുന്നു. നമ്മളൊരു വർഷത്തിൽ ഒരു ദിവസം ഷാനിനെ ഓർക്കുകയല്ല. ഷാൻ നമുക്ക് പകർന്നു തന്നത്, നമ്മൾക്ക് മാതൃകയാക്കാൻ ഇട്ടേച്ചു പോയത് എന്താണ്? അത് നമ്മൾ ഓരോരുത്തരും പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷാനെ അനുസ്മരിക്കപ്പെടുന്നത്. ഞാൻ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ 2-3 ദിവസമായി ആലുവ ഓഫീസിൽ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തയ്യാറാക്കാനുമായിരിക്കുമ്പോൾ, ഞാനും അൻസാരിയും അജ്മലൊക്കെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളായി പാർട്ടിയുടെ തീരുമാനങ്ങൾ എഴുതാൻ, ചർച്ച ചെയ്യാൻ, പങ്കുവെക്കാൻ, മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ കൂടിച്ചേരാൻ അന്ന് ഞങ്ങൾക്കൊപ്പം ഷാനുമുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ അത് പങ്കുവെക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വലിയൊരു മാമാങ്കം കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുത്ത, അതിലെല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഒരു നേതാവായിരുന്നു ഷാൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾ, സ്ഥാനാർത്ഥികൾ പലരും ഒരുപക്ഷെ നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചപ്പോൾ, കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചപ്പോൾ അന്ന് ഷാൻ എഴുതി വെച്ച നോമിനേഷൻ പേപ്പർ നോക്കിയാണ് ഇന്ന് പലരും നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ
പല കാര്യങ്ങളിലും മാതൃക കാണിച്ച ഒരു നേതാവാണ്, ഒരു സഹോദരനാണ്, ഒരു പ്രവർത്തകനാണ്, ഒരു കേഡറാണ്, ഒരു മെമ്പറാണ്, ഒരു സുഹൃത്താണ് ഷാൻ. ഷാനിനെ വകവരുത്തിയതിലൂടെ സംഘപരിവാരം ലക്ഷ്യം വെച്ചത് ആലപ്പുഴയിൽ SDPIയെ ഇല്ലാതാക്കുമെന്നായിരുന്നു. ഷാൻ ആലപ്പുഴയിലെ തലയെടുപ്പുള്ള നേതാവായിരുന്നു, തലയെടുപ്പുള്ള സംഘാടകനായിരുന്നു. എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കന്മാരായിട്ടും പ്രതിനിധികളുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്ന രാഷ്ട്രീയക്കാരൻ, നേതാവ്, പൊതുപ്രവർത്തകൻ. സംഘപരിവാരത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു. സംഘപരിവാരത്തിൻ്റെ കണ്ണിലെ കരട് ഒരു ഷാൻ മാത്രമല്ല, സംഘപരിവാരത്തിൻ്റെ ആശയത്തെ, അവരുടെ ഫാസിസ്റ്റ് നിലപാടുകളെ എതിർക്കുന്ന എല്ലാവരും അവർക്ക് കണ്ണിലെ കരടാണ്. അതുകൊണ്ടാണ് പാർലമെന്റിലും രാജ്യസഭയിലും ഓരോ പുതിയ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് അവരുടെ ആശയത്തെ, അവരുടെ ജനവിരുദ്ധതയെ എതിർക്കുന്ന ആളുകളെ ഇങ്ങനെ വിവിധ നിയമങ്ങളിലൂടെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം, ഞങ്ങളിടക്ക് പറയും ഷാന്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പ്, ഷാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം എന്താണ് ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? ശത്രുവിൻ്റെ കൺമുമ്പിൽ എന്താണോ ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് ഷാൻ പ്രഖ്യാപിച്ചത്, പ്രവർത്തിച്ചത്, പ്രസംഗിച്ചത്, എഴുതിയത്, ആ ആശയം നടപ്പിലാക്കാൻ ഓരോ ദിവസം തോറും ഈ ജില്ലയിലേക്ക് ഒറ്റക്കായി, കുടുംബമായി ഈ രക്തഹരിത നക്ഷത്രാങ്കിത പതാക നെഞ്ചിലേറ്റാൻ കടന്നു വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിനെ തളർത്താൻ അവർക്ക് സാധിച്ചോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്ത് തന്നെ പാർട്ടിയുടെ ഉജ്ജ്വലമായ വിജയം കാഴ്ചവെച്ച, അഭിമാനകരമായ നേട്ടം കാഴ്ചവെച്ച ഒന്നാമത് നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയാൻ, അഭിമാനത്തോടെ ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ശത്രുക്കൾക്ക് തെറ്റി. ഷാനെ ഇല്ലാതാക്കിയതിലൂടെ ഷാൻ മുന്നോട്ട് വെച്ച, ഷാന്റെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ, ആ ജനപക്ഷ രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കുകയുമില്ല എന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ ഒരു പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറെ പ്രസക്തവുമാണ്. വിശപ്പും ഭയവുമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ആരാണ് വിശപ്പ് അനുഭവിക്കുന്നത്? ആരാണ് ഭയം അനുഭവിക്കുന്നത്? എന്തിന്റെ പേരിലാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് പരിഹാരം തേടിയുള്ള അചഞ്ചലമായ ഒരു പ്രയാണമാണ് രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഷാൻ വീണാൽ, അവിടെ നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരെയും ജയിലിലടച്ചാൽ, ഈ പാർട്ടിയുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്താൽ, അത് കണ്ടുകെട്ടിയാൽ, ഇതിലെ പ്രവർത്തകർക്കെതിരെ, ഇതിലെ നേതാക്കന്മാർക്കെതിരെ വ്യാജ പ്രചരണ കഥകൾ പടച്ചുവിട്ടാൽ ഒന്നും ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനോ തകർക്കാനോ ആർക്കും സാധ്യമല്ല എന്നാണ് രാജ്യത്തെ ഒരേ സംസ്ഥാനങ്ങളിലൂടെ പുതിയ പുതിയ സംസ്ഥാനങ്ങളിലേക്ക് ഈ രക്തഹരിത നക്ഷത്രാങ്കിത പതാക ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും.
നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 102 ജനപ്രതിനിധികൾ നമ്മൾക്ക് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. 34 പുതിയ മെമ്പർമാരെ പുതിയ പ്രദേശങ്ങളിലേക്ക് നമ്മൾക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ നമ്മുടെ കോർപ്പറേഷൻ സീറ്റ് നമ്മൾക്ക് നിലനിർത്താൻ നമുക്ക് സാധിച്ചു. കണ്ണൂരിലെ അറക്കൽ ഡിവിഷൻ, കണ്ണൂർ കോർപ്പറേഷനിലെ അറക്കൽ ഡിവിഷൻ നമ്മൾക്ക് ജയിച്ചു കയറാൻ കോർപ്പറേഷൻ കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കാൻ നമുക്ക് സാധിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലും നമ്മൾക്ക് പുതിയ അക്കൗണ്ട് തുറക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നമ്മുടെ തെരഞ്ഞുപിടിച്ച് നമ്മുടെ ജനകീയ ജനപ്രതിനിധികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം 102 ജനപ്രതിനിധികളെ നമ്മൾ ജയിപ്പിച്ചെടുത്തു. അന്ന് നമ്മൾ പറഞ്ഞത് വിവേചനമില്ലാത്ത വികസനം നമ്മൾ നാട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ആ വിവേചനമില്ലാത്ത വികസനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ നടത്തിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ സാമ്പ്രദായിക പാർട്ടികളെ അലോസരപ്പെടുത്തി കോടിക്കണക്കിന് രൂപയാണ് ഒരു വാർഡുകളിൽ ചെലവഴിച്ചിട്ടുള്ളത്. മറ്റു പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ വീടുകൾ വിൽക്കുന്നു, മെയിൻ്റനൻസ് വർക്കുകൾ നടത്തി കൊടുക്കുന്നു, വഴികൾ വെട്ടുന്നു, റോഡുകൾ പണിതുകൊണ്ടിരിക്കുന്നു. അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ച മുഴുവൻ ആനുകൂല്യങ്ങളും രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്തു നമ്മുടെ ജനപ്രതിനിധികൾ. അവർ ചെയ്ത ജനകീയ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടി നേരിട്ടത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും കോൺഗ്രസുകാരനും ഒക്കെ തന്നെ ക്രോസ് വോട്ട് ചെയ്ത് നമ്മളെ പരാജയപ്പെടുത്താൻ രംഗത്തിറങ്ങിയത്. STP-യുടെ ഒരു ജനപ്രതിനിധി പഞ്ചായത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? പഞ്ചായത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ലീഗുകാരനും കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരൻ്റെ അവരെ മുക്കൂട്ട് കമ്പനി ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന അഴിമതികൾ, അവിടെ നടക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് പുറലോകമറിയും. ഏതെല്ലാം ജനവിഭാഗങ്ങൾക്കാണ് വികസന പ്രവർത്തനങ്ങൾ കൊടുക്കേണ്ടത് അത് അവർക്ക് അർഹരിലേക്ക് എത്തും. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രമാണ് ലാപ്ടോപ്പ് കൊടുക്കുന്നത്, ഞങ്ങളുടെ മതക്കാർക്ക് മാത്രമാണ് സൈക്കിൾ കൊടുക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രം സഞ്ചരിച്ചു കൊടുക്കുന്ന അവിടേക്കാണ് റോഡുകൾ നന്നാക്കുന്നത്, ഞങ്ങളുടെ മാത്രം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് പബ്ലിക് പൈപ്പുകളുള്ളത്. പക്ഷേ STP വന്നപ്പോൾ ചിത്രം മാറി. 10 ലാപ്ടോപ്പ് ഒരു SC അംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10 ലാപ്ടോപ്പും അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അവകാശപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും മേടിച്ചു കൊടുക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഒരു ജനപ്രതിനിധി ഒരു വാർഡിൽ ചെലവഴിച്ചത് 45 വീടാണ് നിർമ്മിച്ചു കൊടുത്തത്. 45 വീട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഏത് വാർഡ് മെമ്പർക്കാണ് ഒരു വാർഡിൽ 45 വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യമാകുന്നത്? അത്രയും വിപുലമായ ജനകീയ വികസന പ്രവർത്തനങ്ങളാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പിലാക്കിയത്. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും അതോടൊപ്പം തന്നെ BJP-ക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ വാർഡ് നമ്മൾ പരാജയപ്പെട്ട ചില വാർഡുകൾ, ചില സിറ്റിംഗ് വാർഡുകൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 245ഓളം വാർഡുകളിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. അതിൽ 10 വോട്ടിന് തോറ്റവരുണ്ട്, 2 വോട്ടിന് തോറ്റവരുണ്ട്, 5 വോട്ടിന് തോറ്റവരുണ്ട്, 50 വോട്ടിന് തോറ്റവരുണ്ട്. ആ വോട്ടിന്റെ പാറ്റേൺ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ വോട്ട് കാണുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച BJP-ക്കാരൻ്റെ വോട്ട് കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒരു 3 BJP-യും ലീഗും കോൺഗ്രസും ഒരുമിച്ച് നമ്മളെ പരാജയപ്പെടുത്താൻ വന്നിരിക്കുന്നു. STP-യാണ് മുഖ്യ ശത്രു. BJP ജയിച്ചു വന്നാലും അവർക്ക് പ്രശ്നമില്ല, BJP ജയിച്ചു വന്നാലും അവർക്ക് പ്രശ്നമില്ല, STP ജയിക്കാൻ പാടില്ല. അതാണ് ഇപ്പോൾ അവരുടെ പോളിസി. പക്ഷേ എനിക്ക് പറയാനുള്ളത്,
ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ജനപക്ഷ രാഷ്ട്രീയമാണ്. ആ ജനപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, അവരുടെ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ കണ്ണീരൊപ്പാനാണ് ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുന്ന കാലത്തോളം നീതിപൂർവമായ സത്യസന്ധമായിട്ടുള്ള ഒരു ജനകീയ രാഷ്ട്രീയ നിലപാടുകളുമായിട്ട് തന്നെയായിരിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മുക്കൂട്ട് കമ്പനികൾ ഈ രാജ്യത്ത് തകർന്നടിയണം. നമ്മൾക്കിനിയും ഒരുപാട് ചെയ്യാൻ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസം തോറും പുതിയ പുതിയ വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് SIR-നെ കുറിച്ച് സൂചിപ്പിച്ചു. നിങ്ങൾ പലരും എനുമറേഷൻ ഫോം ഫില്ല് ചെയ്തവരാ, അത് ഫില്ല് ചെയ്ത് കൊടുത്തവരാ. അത് കൊടുത്ത് ഇന്നലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ ഫോം ഫില്ലിങ് ചെയ്ത് കൊടുത്ത ആളുകൾ എൻ്റെ പേര് അതിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേഡർമാർ നേതാക്കന്മാരോട് സൂചിപ്പിക്കുന്നത്, ഈ എനുമറേഷൻ ഫോം കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മളുടെ BLയുടെ കയ്യിൽ അവശേഷിക്കുന്ന ഫോമായിട്ട് ആളുകൾ കണ്ടെത്താൻ പറ്റാത്ത ആളുകൾ, അപ്ലോഡ് ചെയ്തിട്ട് കയറാത്ത ആളുകൾ, പല BLOമാരുടെ കയ്യിലും 30, 40, 50, 100 വരെയുള്ള എനുമറേഷൻ ഫോം കെട്ടിക്കിടക്കുന്നുണ്ട്. എത്ര ലക്ഷം ആളുകളാണ് ഇപ്പോൾ പുറത്തു പോയെന്നുള്ള കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയൊരു യുദ്ധത്തിൽ നിന്ന്, വലിയൊരു മാമാങ്കത്തിൽ നിന്ന്, വലിയൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ മാറി. അത് കഴിഞ്ഞു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനിടയിൽ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. SIR-മായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിൽ എനുമറേഷൻ ഫോം കിട്ടാത്തവർ, കിട്ടിയിട്ട് ഫോം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവർ, ആരെല്ലാമാണ് പേരില്ലാത്തവർ, അവരൊക്കെ നോക്കി നമ്മൾ കണ്ടെത്തണം. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല, ഒരു ലീഗുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല, ഒരു കോൺഗ്രസ്സുകാരനെയും നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. അവരുടെ വീടുകളിൽ പോയി അയാളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അവർക്കൊപ്പം നിൽക്കണം. അവരുടെ ഒപ്പമാണ് നമ്മളുടെ രാഷ്ട്രീയം. അതാണ് ഇനി നാളെ മുതൽ നമ്മൾ ചെയ്തേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളല്പം വിശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല. കാരണം പാർലമെന്റിൽ പുതിയ പുതിയ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുതിയൊരു ബില്ല് പാസ്സായിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് മഹാത്മാഗാന്ധി എടുത്തു മാറ്റി ചില പരിഷ്കരണങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പുതിയ ബില്ല് ഇന്ന് പാർലമെന്റിൽ പാസ്സായിട്ടുണ്ട്. അത് രാജ്യസഭ കടന്നാൽ ഈ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് പോകുന്ന നമ്മൾ ഷാനെ അനുസ്മരിക്കുമ്പോൾ, ഷാനെ ഓർക്കുമ്പോൾ, ഷാനിന് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഷാൻ നിലകൊണ്ടത്, എന്താണ് ഷാൻ വിളിച്ചു പറഞ്ഞത്, അത് നമ്മൾ ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനുത്തരം കിട്ടുന്നത് വരെ, അതിന് ഫലം കിട്ടുന്നത് വരെ നമ്മളുടെ ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ വിശ്രമിക്കാൻ നമ്മൾക്കായിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ പലരും ജയിലിലാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തോട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ജയിലിലടക്കാനുള്ള പുതിയ പുതിയ നിയമങ്ങളുമായിട്ട് സംഘപരിവാരം മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ തെരുവോരത്ത് ശബ്ദമുയർത്താൻ സോഷ്യൽ ഡെമോക്രാറ്റ് ഈ രാജ്യത്തുമുണ്ടാകണം. അതാണ് നമ്മളുടെ ദൗത്യം. അതേറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ബഹുമാനനായി ഇന്ന് ജയിലിൽ കിടക്കുന്ന ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനുണ്ടല്ലോ, ഈ പാർട്ടിയെ ഉണ്ടാക്കിയ, ഈ പാർട്ടിയെ വളർത്തിയ ഈ അബൂബക്കർ സാഹിബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് ആരാ? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ആരാ? RSSകാരനാണ്. ഒരു കാലത്ത് ദേശീയ പതാക അത് പാടില്ല, അത് ഉയർത്താൻ പാടില്ല, അത് പിടിക്കാൻ പാടില്ല, അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി, RSSകാരൻ. അവരാണ് ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ നമ്മൾക്ക് താഴെ ഇറക്കണം.
ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഭരണം നടത്താൻ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാർക്കും തുല്യ അവകാശവും തുല്യ നീതിയും വേടിച്ചെടുക്കാനുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അബു സാഹിബ് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇന്ന് രാജ്യത്തെ ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തുന്നത് സംഘ് പരിവാരമാണ്. ആ ദേശീയ പതാക സംഘ് പരിവാരത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് നാളെ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ STPയുടെ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സദസ്സിലിരിക്കുന്ന പല ആളുകൾക്കും അതിൽ കാണാൻ സാധിക്കും. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലിട്ട് താലോലിച്ചു കൊണ്ടാണ് നാം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇനിയും ഷാനുമാരുണ്ടാകാം, ഇനിയും ഈ അബൂബക്കർമാരുണ്ടാകാം, ഇനിയും MK ഫൈസിമാരുണ്ടാകാം. പക്ഷേ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആദർശത്തിനോ ആശയത്തിനോ നിലപാടിനോ ലക്ഷ്യത്തിനോ ഒരു അണുമണി തൂക്കം ഈ രാജ്യദ്രോഹികളായ സംഘ് പരിവാരത്തിനെ തകർക്കാൻ കഴിയില്ല എന്ന ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ സഹോദരന്മാരോടും സഹോദരിമാരോടും ബഹുമാനനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഞങ്ങൾ അളിയ എന്ന് തോളിട്ട് പിടിച്ച് ഒരു പായൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ ഭക്ഷണം കടച്ച് ഒരേ ആശയത്തിൽ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോയപ്പോൾ ആ സഹോദരൻ ഇന്ന് നമ്മൾക്കൊപ്പമില്ല. ആ സഹോദരൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ മാതൃകയുണ്ടല്ലോ, നേതാവിന്റെ മാതൃക, നല്ലൊരു പ്രവർത്തകന്റെ മാതൃക, നല്ലൊരു ഭർത്താവിന്റെ മാതൃക, നല്ലൊരു പിതാവിന്റെ മാതൃക, നല്ലൊരു കേഡറുടെ മാതൃക, നല്ലൊരു പൊതുപ്രവർത്തകന്റെ മാതൃക. ആ മാതൃക നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും. നന്ദി PR സിയാദ് സാഹിബ്. വനിതാ ശാക്തീകരണ മേഖലയിൽ തന്റേതായ ദൗത്യം നിർവഹിക്കുന്നതിനായി ഓടി നടന്ന പൊതുപ്രവർത്തകനായിരുന്നു ഷഹീദ് KS ഷാൻ. KS ഷാന്റെ കാൽപാദം പതിഞ്ഞ മുഴുവൻ മേഖലകളും ആലപ്പുഴ ജില്ലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വികസന പന്ഥാവ് തുറക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലും അത് തന്നെ നമുക്ക് നേടാൻ കഴിയുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി ഷാൻ അനുസ്മരണത്തിനായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി റൈഹാനത്ത് സുധീറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ തുളസീധരൻ പള്ളിക്കൽ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിയാസ് സാഹിബ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM താഹിർ, അജ്മൽ ഇസ്മായിൽ, അമീർ അലി, ഈ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ വേദിയുടെ പുറകിലായി എൻ്റെ പ്രിയപ്പെട്ട 3 സഹോദരിമാർ ഇരിപ്പുണ്ട്. ഒന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഷീജ നൗഷാദ്, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് സഫിയ അസ്ലം, അതോടൊപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സാഹില മോൾ. ആ 3 പേരുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനുമപ്പുറം ഇന്ന് 3 പേരും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കൂടെയാണ്. ഈ പരിപാടി ഷാൻ സാഹിബിൻ്റെ അനുസ്മരണ പരിപാടി ഇന്നിവിടെ നടക്കുമ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള സ്ഥലമാണ്. ആ മുനിസിപ്പാലിറ്റിയിലേക്ക് അഭിമാനമായി നമുക്കെടുത്തു പറയാൻ സാധിക്കുന്ന സലീമുല്ലാത്തിൻ്റെ പിൻഗാമിയായി വളരെ ഉയർന്ന വിജയം കൈവരിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സാഹില മോളാണ് ഈ വേദിയിൽ നിന്ന് വിശിഷ്ട വ്യക്തിയായിട്ടുള്ളതെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും. ഇന്ന്
നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഷാൻ്റെ 4ാമത്തെ അനുസ്മരണ വേദിയിലാണ് നാം ഏവരും. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് പാർട്ടി ഇന്ന് വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയുവാൻ, ധൈര്യത്തോടുകൂടി പറയാൻ സാധിക്കും, ഷാൻ സാഹിബ് കാട്ടിത്തന്ന മാർഗത്തിലൂടെയാണ് നാം നയിച്ചു പോകുന്നതെന്ന് വളരെ ആവേശത്തോടുകൂടി തന്നെ പറയുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഏറെ പ്രിയങ്കരനായിരുന്ന ഷാൻ സാഹിബ് ഷഹീദ എന്നറിഞ്ഞപ്പോൾ, ഷഹീദായി അറിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ എഴുതിയ ഒരു കവിതയുണ്ടായിരുന്നു. ധീര രക്തസാക്ഷി ഷാൻ സാഹിബെ, മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതുകയുണ്ടായി. ആ വരി യാഥാർത്ഥ്യമായെന്ന് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയുടെ മണ്ണിൽ ആര്യാട് ബ്ലോക്കിലേക്ക് മത്സരിച്ച് വിജയിച്ചു, നവാസ് നൈന വിജയിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഷാൻ സാഹിബിനെ സലാം പറഞ്ഞുകൊണ്ട് സഹോദരന്മാർ ആർത്തു വിളിച്ചപ്പോൾ, അപ്പോഴാണത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നിടത്തോളം കാലം SDPIയുടെ അവസാനത്തെ കണ്ണി നിലനിൽക്കുന്നിടത്തോളം കാലം ഷാൻ സാഹിബിനെ ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല. അതാണ് ഞങ്ങൾക്ക് കാട്ടിത്തന്ന മാർഗം. ഷാൻ സാഹിബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സ്നേഹമുള്ളവനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് പോലും ഷാൻ സാഹിബിനോടൊരു പ്രത്യേകതരം സ്നേഹമായിരുന്നു. പ്രായമുള്ളവരാകട്ടെ പ്രായം കുറഞ്ഞവരാകട്ടെ, ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞതുപോലെ എല്ലാവരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു നേതൃത്വം എന്ന് കാണിച്ചു തന്ന, എങ്ങനെയായിരിക്കണം ഒരു കൂട്ടുകാരൻ ഇടപഴകുന്നതെന്ന് കാണിച്ചു തന്ന, എങ്ങനെയാണ് ഒരു ഭർത്താവിൻ്റെ കടമ എന്ന് നമ്മളെ വ്യക്തമായി കാണിച്ചു തന്ന, ഒരു മകനെന്ന നിലയിൽ എന്താണ് കടമയെന്ന് കാണിച്ചു തന്ന ഒരു ഏറെ പ്രിയങ്കരനായിരുന്ന സഹോദരനായിരുന്നു KS ഷാൻ. ഷാനെക്കുറിച്ച് ഒരു വർഷത്തിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും രാവും പകലും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരിറ്റ് കണ്ണുനീര് ഷാൻ സാഹിബിനെ കുറിച്ച് ഓർക്കുമ്പോൾ കരയാത്ത ഒരു സഹോദരന്മാരും സഹോദരിമാരും ഇന്നുണ്ടാവില്ല. അതാണ് ഷഹീദ് ഷാൻ. നമുക്ക് കാട്ടിത്തന്ന മാർഗം, നമുക്ക് കാട്ടിത്തന്ന മാർഗരേഖ അതായിരുന്നു ഷഹീദ് ഷാൻ്റെ സ്വഭാവം. ഒരുപാട് കാര്യങ്ങൾ ഷാൻ സാഹിബിനെ കുറിച്ച് പറയുവാൻ നമുക്കെല്ലാവർക്കുമുണ്ട്. 2 മണിക്കൂറോ 2 ദിവസമോ 2 ആഴ്ചയോ 1 വർഷമോ ഇരുന്ന് പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും മഹത്വം നിറഞ്ഞ ഒരു സഹോദരനായിരുന്നു ഷഹീദ് ഷാൻ. നമുക്കറിയാം, SDPI എന്ന ഈ പ്രസ്ഥാനം ഇവിടെ ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ ജീവൻ കൊടുത്തുകൊണ്ടും ഒരുപാട് സഹോദരന്മാരുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ടും ആണ് ഈ പ്രസ്ഥാനം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ പല ആളുകളും ഒരുമിച്ചുകൊണ്ട് നമ്മൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയും നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് കൂടിയിട്ടും അള്ളാഹു നമ്മളെ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ. ഇന്നും നമ്മൾ 102 സീറ്റ് നേടിയെടുത്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്.
നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ ആശയം നെഞ്ചിലേറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അള്ളാഹു ഏറ്റെടുത്തു. നമ്മളെ അള്ളാഹു ഏറ്റെടുത്തു. ഇനി ആരൊക്കെ എതിർക്കാൻ വന്നാലും, ആരൊക്കെ നശിപ്പിക്കാൻ വന്നാലും നമ്മളിവിടെ നിറസാന്നിധ്യമായി ചങ്കൂറ്റത്തോടുകൂടി ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മുഖത്ത് കാണുന്നത്. കണ്ടില്ലേ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തും പുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനസഞ്ചയമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഷാൻ സാഹിബിൻ്റെ 4ാമത്തെ രക്തസാക്ഷി ദിനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ ദിനത്തിലും ഈ വൈകിയ വേളയിലും എവിടെ നിന്നൊക്കെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഓടിയെത്തിയവരാണ് ഇവരെല്ലാം. ഇനിയും ഇവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നമുക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഇല്ലാതാക്കിയപ്പോൾ, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ, അവിടം കൊണ്ട് ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളും ഇല്ലാതാകുമെന്ന് സംഘപരിവാർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ RSSകാരാ നിങ്ങളത് ഓർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തെറ്റി. RSSകാരൻ ഓർക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള ഭയപ്പെടുത്തലുകൾ കൊണ്ടോ ഇതുപോലുള്ള നേതൃത്വങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടോ ഞങ്ങളെ തകർക്കാമെന്നാണ് RSSകാരൻ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചുണയോടുകൂടി, ആർജവത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി മുന്നോട്ട് വന്ന് ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. ആ സഹോദരിമാരെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുവാൻ നോക്കുന്നത്? ഇല്ല, ഭയപ്പെട്ട് പിന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ഉണ്ടാവും. ഈ മണ്ണിൽ ഞങ്ങളുടെ ഷാൻ സാഹിബിന്റെ രക്തം പുരണ്ട ഈ മണ്ണിൽ ഞങ്ങളുടെ സഹോദരന്മാരുടെ ജീവിതം ജയിലിന്റെ അഴിക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ആ നിലയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടല്ല. ഞങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് RSSകാർ വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ പിന്നോട്ട് പോകുന്ന തരത്തിലുള്ളവരല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇനിയും നേരിടേണ്ടി വരും. ഇനിയും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. നമ്മൾ സ്ത്രീകളാണ്. നമ്മളാണ് ധൈര്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ ഭർത്താവിനെയും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. ആ മുന്നേറ്റത്തിൽ നമ്മുടെ സഹോദരിമാർ നല്ല പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് SDPI. നന്ദി ശ്രീമതി റൈഹാനത്ത് സുധീർ. ഷാൻ സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ട് SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യോഗ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസിയേട്ടൻ, സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് സാഹിബ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രസിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഷഹീദ് ഷാൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഷാനളിയൻ, രക്തം കൊണ്ട് ഇതിഹാസം തീർത്ത പ്രിയങ്കരനായ ഷാൻ വിടവാങ്ങിയിട്ട് 4 ആണ്ട്. ഇരുളിൻ്റെ മറവിൽ ശത്രുക്കൾക്ക് ഭൗതികമായി മാത്രമേ ഷാൻ എന്ന നേതാവിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ രാജ്യത്തെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ
ഹൃദയങ്ങളിൽ നിന്ന് ഷാൻ എന്ന ഇതിഹാസത്തെ ഇല്ലാതാക്കാൻ ശത്രുവിൻ്റെ വാളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് ഷാനെ അനുസ്മരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ടനാളങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. നമുക്കറിയാമല്ലോ, ഈ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ എല്ലാമായിരുന്നു, ഹൃദയമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഷാൻ്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് കീഴടക്കിയ ദിവസങ്ങളായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാൻ്റെ പ്രവർത്തനങ്ങൾ, കൂടെയുള്ള സഞ്ചാരങ്ങൾ എല്ലാം മനസ്സിലേക്ക് വന്നപ്പോൾ ഷാൻ കൂടെയില്ലല്ലോ എന്നോർക്കുമ്പോൾ, പക്ഷെ അപ്പോഴും ഷാൻ ഇവിടെ അവശേഷിപ്പിച്ചു പോയ ഊർജമുണ്ടായിരുന്നു. മാത്രമല്ല, ഷാന്റെ ചിതറിച്ചെറിച്ച രക്തത്തുള്ളികളിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ 1000 ഉണ്ടായിരുന്നു. മാത്രമല്ല, ഷാൻ എന്ന ഇതിഹാസത്തിൻ്റെ രക്തത്തിൻ്റെ കരളിൻ്റെ കഷണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഷാന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വളരെ സജീവമായി മണ്ണഞ്ചേരിയുടെ തെരുവിലുണ്ടായിരുന്നു. നവാസ് നൈനയും പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും മത്സരിച്ച മണ്ണഞ്ചേരിയിൽ പ്രിയ സഹപ്രവർത്തകരുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഹിബയുടെയും ലിയയുടെയും ചിത്രം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. മാത്രമല്ല, നവാസ് നൈനയുടെ ഓഫീസ് ഉദ്ഘാടനം ഷാന്റെ പിഞ്ചോമനകൾ നിർവഹിച്ചപ്പോൾ അത് ഷാന ഇല്ലാതാക്കിയ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെട്ട നിമിഷം കൂടിയായിരുന്നു എന്ന് വിളിച്ചോടുന്ന നിമിഷങ്ങളായിരുന്നു ആ കടന്നു പോയതെങ്കിൽ, ഷാൻ എന്ന ഇതിഹാസത്തിൻ്റെ ചിതറിച്ചെറിച്ച രക്തത്തുള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് ഭൂരിപക്ഷങ്ങൾ ആ പഞ്ചായത്തിലും ഈ ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനമൊട്ടാകെ നമുക്ക് നേടാൻ സാധിച്ചെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മെ പരാജയപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്നവരുടെ മുന്നിൽ രക്തസാക്ഷിത്വത്തിൻ്റെ അമരത്വം കൊണ്ട് ഷാൻ നമുക്ക് വിജയം നേടിത്തന്നിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അതോടൊപ്പം നമ്മളെ ഇവിടെ നേതാക്കൾ അനുസ്മരിച്ചു. നമ്മുടെ പ്രിയങ്കരനായ ദേശീയ പ്രസിഡന്റ്, പ്രഥമ പ്രസിഡന്റ് അടക്കം, ഫൈസി അടക്കം, ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ജയിലറകളിൽ കിടക്കുമ്പോൾ, അതുപോലെ നമുക്ക് മാതൃകയായി നമുക്ക് ആത്മാഭിമാനം ഉയർത്തിയ ആലപ്പുഴയുടെ 15 സഹോദരങ്ങൾ അനീതിയുടെ കഴുമരങ്ങൾ കാത്തുകൊണ്ട് ജയിലറകളിൽ കിടക്കുന്നുണ്ട്. അവരെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം ഷഹീദ് ഷാൻ എന്ന രക്തപുഷ്പം ഈ ഭൂമി ലോകത്ത് പിറന്ന നിമിഷം, അതിനുശേഷം ഇവിടെ നടമാടിയിരുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഷാന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പോലീസ് സംവിധാനം അർഷിത അട്ടല്ലൂര് പറഞ്ഞത് 50 RSSകാർക്ക് ഞങ്ങൾ കാവലിരിക്കുകയായിരുന്നു. ഷാന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായ പ്രതികളെ പിടിക്കാനല്ല പോലീസ് സംവിധാനം നോക്കിയത്, 50 RSSകാർക്ക് കാവലിരിക്കുകയായിരുന്നു. ആ കാവലിരുന്ന സമയത്ത് അവർ തൊട്ട് പരിസര പ്രദേശങ്ങളിൽ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് പല പ്രവർത്തകരുടെയും വീടുകൾ അടിച്ചു തകർക്കുന്ന തിരക്കിലായിരുന്നു. ഇവിടെ ആ സഹോദരങ്ങളെ ഞാൻ കണ്ടു, ആ വീടുകൾ തകർക്കപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം ഷഹീദ് ഷാന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആലപ്പുഴ നഗരത്തിൽ കൂടി രക്തപുഷ്പത്തിന്റെ അഭിമാന യാത്രയ്ക്ക് നേരെ ബോംബെറിയാൻ വരെ പ്ലാൻ ചെയ്തിരുന്ന കാപാലിക സംഘത്തിന്റെ നിഷ്ഠൂരമായ ഗൂഢതന്ത്രങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് മാത്രമല്ല ആത്മാഭിമാനം പേറുന്ന ആലപ്പുഴയിലെയും കേരളത്തിലെയും ഈ രാജ്യത്തിലെയും ഒരു പിന്നോക്ക ജനവിഭാഗ സമൂഹത്തിന് മുഴുവൻ ആത്മാഭിമാനം പകർന്നുകൊണ്ട് ആ ശത്രു സംഘത്തിന്റെ എല്ലാ ഗൂഢതന്ത്രങ്ങളെയും പൊളിച്ച് നമുക്ക് ആത്മാഭിമാനത്തിന്റെ അന്തസ്സിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ച
പ്രിയങ്കരായ സഹപ്രവർത്തകർ അനീതിയുടെ തൂക്കുമരങ്ങളിലേറുമ്പോൾ, അല്ലെങ്കിൽ തൂക്കുമരങ്ങൾ കാത്തു കഴിയുമ്പോൾ നമുക്ക് പറയുവാനുള്ളത്, ഷഹീദ് ഷാന് നീതി നമ്മൾ എങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമോ അതുപോലെ തന്നെ ആ സഹപ്രവർത്തകരുടെ വധശിക്ഷ റദ്ദാക്കുന്നതിനു വേണ്ടി, അവരെ വെറുതെ വിടുന്നതിനു വേണ്ടി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അതിന് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ രക്തം ഭൂമിയിൽ വീഴേണ്ടി വന്നാലും അവരുടെ നീതി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നേടിക്കൊടുത്തിരിക്കും. അതിനൊരു തർക്കവും വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും സിരകളിൽ ഒഴുകുന്ന രക്തമാണ് KS ഷാൻ എന്ന ഷഹീദ് ഷാൻ. എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്നെക്കാൾ ഒരു പടി കൂടി ഒരു മകനായി സ്നേഹിച്ച ആള്, സ്ഥിരമായി വീട്ടിൽ വന്നുകൊണ്ട് ഒരു മകനെ പോലെ സ്നേഹം നൽകിയിരുന്ന ആൾ. അതുപോലെ അതെൻ്റെ ഉമ്മയുടെ മാത്രം അനുഭവമല്ല, ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള ഒരുപാട് ഉമ്മമാരുടെ മനസ്സാണത്. ഒരനുഭവം കൂടി പറഞ്ഞ് ഷഹീദ് ഷാൻ എന്താണെന്ന് ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ ഈ വൈകിയ വേളയിൽ അവസാനിക്കുകയാണ്. കാരണം ഇവിടെ പ്രിയങ്കരായ പല സഹപ്രവർത്തകരും ഇനിയും സംസാരിക്കാനുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സഹോദരൻ്റെ ഉമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയ സമയത്ത് ആ ഉമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആ ഉമ്മ പറഞ്ഞത്, എൻ്റെ മകൻ എൻ്റെ കൂടെയുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും എനിക്ക് നിരാശയില്ല. കാരണം അവൻ എൻ്റെ മൂത്ത പുത്രൻ KS ഷാനു വേണ്ടി, ആ രക്തസാക്ഷിക്ക് വേണ്ടിയാണ് അവൻ തൂക്കുമരം ഏറ്റുവാങ്ങിയത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോൾ, ആ മകന്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനേക്കാൾ അവർ എത്രമാത്രം ഷഹീദ് ഷാനെ നെഞ്ചോട് ചേർക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഷാൻ എന്ന നേതാവിൽ നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഷാൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ഷാന് ലോക്സഭ ഇതിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഷാൻ്റെ പേര് വന്നപ്പോൾ ഷാൻ പറഞ്ഞു, അളിയാ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം, മത്സരിക്കാൻ വയ്യ, മത്സരരംഗത്ത് നിന്ന് എങ്ങനെ എടുക്കുക, ഞാൻ എന്ത് പണിയും എടുത്തോളാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ, പാർലമെന്ററി വ്യാമോഹത്തിൻ്റെ ഒരു അണുമണി തൂക്കം പോലും അത്തരം അധികാര സ്ഥാപനങ്ങളിലേക്ക് അള്ളിപ്പിടിച്ച് കയറണമെന്ന് ഷാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ പ്രിയ സഹപ്രവർത്തകരെ അത്തരം സ്ഥാനങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ ഷാൻ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരു മാതൃകയാണ്. ജയിക്കുമെന്നുറപ്പുള്ള സീറ്റുകളിൽ നമുക്ക് പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഷാൻ്റെ മാതൃകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രവർത്തനവും എന്തും കൃത്യമായി പാർട്ടി നിർദ്ദേശിച്ചാൽ അതിലപ്പുറം പിന്നെ നോ എന്ന് പറയാതെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഷാനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മളെ ആരൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ അതിജീവിക്കും. നമ്മുടെ പ്രിയങ്കരായ തീഹാറിലടക്കം രാജ്യത്തിൻ്റെ വിവിധ ജയിലറുകളിൽ കിടക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സഹോദരങ്ങളുടെ ത്യാഗോജ്ജലമായ തടവറകളുടെ ത്യാഗത്തിൻ്റെ ആ ഒരു അംശം നമ്മുടെ സിരകളിൽ ഓടുന്നുണ്ടെങ്കിൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ സഹോദരങ്ങളുടെ ആത്മസമർപ്പണം നമുക്ക് മുന്നിൽ മാതൃകയായിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ത്യാഗോജ്ജലമായ ജീവിതം നമുക്ക് മുന്നിൽ മാതൃകയുണ്ടെങ്കിൽ, അനീതിയുടെ തൂക്കുമരങ്ങളും അനീതിയുടെ തടവറകളും അതുപോലെ തന്നെ ചിതറിത്തെറിച്ച രക്തത്തുള്ളികളുടെ രക്തസാക്ഷിത്വം കൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. പകരം വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുന്ന, അഹോരാത്രം പണിയെടുക്കാൻ സാധിക്കുന്ന
ഈ മുന്നിലിരിക്കുന്ന അതുപോലെ തന്നെ ഇനിയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്ന പ്രവർത്തക സമ്പത്തിന്റെ ചിറകിലേറി, അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയിലും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടും നമ്മുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടും നമ്മളെ സാമ്പത്തികമായ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്താൻ കേന്ദ്ര ഫാഷിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചപ്പോഴും അതിനെതിരായി നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകി നമ്മളെ ഇപ്പോഴും 102 സീറ്റുകളിലും അതുപോലെ തന്നെ ആയിരക്കണക്കിന് വോട്ടുകളിലൂടെ നമുക്ക് ഈ വേട്ടയാടലുകൾക്കിടയിൽ ചുരുട്ടിക്കെട്ടാൻ നോക്കിയപ്പോൾ വോട്ട് കൊണ്ട് നമുക്ക് ഊർജം നൽകിയ ജനകീയ സമ്പത്തിന്റെയും ചിറകിലേറി ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അതുപോലെ തന്നെ വർഗീയ ഫാഷിസത്തെ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിന് ഷഹീദ് ഷാന്റെ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾ ചെഞ്ചോര സാക്ഷി, സത്യം സാക്ഷി, രക്തസാക്ഷികൾ സാക്ഷി ഷഹീദ് ഷാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി അജ്മൽ സാഹിബ്. ഷഹീദ് കെ ഷാനെ അനുസ്മരിച്ചുകൊണ്ട് SDPU സംസ്ഥാന സമിതി അംഗം TK നാസർ പുറക്കാട് സംസാരിക്കുന്നു. ബഹുമാന്യ ഈ ഷഹീദ് ഷാൻ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും പാർട്ടിയുടെ ഉപാധ്യക്ഷനുമായ തുളസീരം പള്ളിക്കൽ, ഈ യോഗം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാർട്ടിയുടെ ധീരനേതാവും സംസ്ഥാന പ്രസിഡന്റുമായ ലത്തീഫ് സാഹിബ്, മറ്റ് സംസ്ഥാന നേതാക്കളെ, ജില്ലാ നേതാക്കളെ, അതിലുപരി നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സഹപ്രവർത്തകരെ, നാം ഇന്നിവിടെ ഈ ഷാൻ അനുസ്മരണ സമ്മേളനത്തിൽ നടത്തുമ്പോൾ BJPയുടെയും RSSൻ്റെയും കാപാലികരാൽ മരണപ്പെട്ട രക്തസാക്ഷികൾ മരിക്കുന്നില്ല എങ്കിലും നമ്മൾ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നടന്ന കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷഹീദ് ഷാനെ കൊല്ലുവാൻ വേണ്ടി തുനിഞ്ഞ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത പിണറായി വിജയൻ്റെ സർക്കാരിന് ഒരു ആണിക്കല്ലായി മരണമണിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ വിജയിച്ച വിജയം ആ പിണറായി വിജയൻ്റെ അവസാന ഭരണത്തിൻ്റെ ആണിക്കല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഓർക്കുകയാണ്. കാര്യം ഷഹീദ് ഷാൻ അറിയാം, ഒരു ചെറുപ്പത്തിലെ ക്യാമ്പസ് ഫ്രണ്ടിലൂടെ വളർന്നു വന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജില്ലാ പ്രസിഡൻ്റായി, യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റായ സമയങ്ങളിൽ ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന സമയം ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നേതാവും പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും, അതായത് 50 വയസ്സുള്ള ഒരാളുടെ എല്ലാവിധ ഇതുമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, അതിലുപരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ എവിടെ പോയാലും ഭാര്യയും മക്കളും ഓർമ്മയിലുള്ള, എവിടെ പോയാലും കുടുംബത്തെക്കുറിച്ച് മാത്രം ഓർക്കുന്ന, അതിലുപരി പാർട്ടിയെക്കുറിച്ച് പാർട്ടിയുടെ വളർച്ചയെയും കുറിച്ച് ഓർക്കുന്ന ഒരു ഷാൻ സാഹിബ്. അതിനു പകരമായി ഒരു ഷാൻമാരും ഇതുവരെ ജന്മമെടുത്തിട്ടില്ല. അതിന് നമ്മൾ തയ്യാറാകണം. ആ ഷാൻ സാഹിബ് ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണുകളിൽ ശാശ്വതമാക്കി RSSൻ്റെ ഭരണത്തിന് മരണമണി മുഴക്കി ചെങ്കോട്ടയിൽ ദീപരണ പതാക, നക്ഷത്രാങ്കിത ദീപരണ പതാക ഉയർത്തും വരെ നമ്മൾ വിശ്രമിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം, ഏതോ ഒരു ജഡ്ജി നമ്മുടെ സഹാക്കന്മാരുടെ, നമ്മുടെ സഹപ്രവർത്തകരുടെ കേസുകൾ ബാധിക്കുമ്പോൾ ആ സ്ത്രീ ഉറക്കത്തിലായിരുന്നു. നെട്ടി ഉണരുമ്പോൾ ആരോ എന്തോ പറയുന്നു, ആ 15 പേരെയും തൂക്കിക്കൊല്ലാൻ വിധിക്കുക. ഇതുപോലെ വൃത്തികെട്ട ഒരു നയം കേരളത്തിലല്ലാതെ ഒരു വടക്കേ ഇന്ത്യയിൽ പോലും നടന്നിട്ടില്ല. ഇതവരെ അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും നമുക്കറിയാം. RSSൻ്റെ പ്രവർത്തകർ, BJPക്കാർ ഇപ്പോഴും ഇവിടെ വിരഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കടിഞ്ഞാനിടാൻ ആരെയും കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ സുപ്രീം കോടതി വരെ പോവുകയാണ്. അതിൻ്റെ അന്ത്യം നമുക്ക് വിജയമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ പ്രവർത്തകരും ഷാൻ സാഹിബിൻ്റെ വിജയത്തിന് വേണ്ടി
പ്രവർത്തിച്ചതുപോലെ ഷാൻ സാഹിബിനെ സ്മരിക്കുന്നത് പോലെ തന്നെ ഈ പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ഷാൻ സാഹിബിന്റെ ശബ്ദം നിയമസഭയിലെത്തിക്കുവാൻ നമുക്കൊരു പ്രതിനിധിയെ ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള സ്മരണ ഉയർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ വേദി വിട്ടിറങ്ങിപ്പോകാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനത്തിന് SDT സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുസ്മരണം ഉയർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് SDT, ജയ് SDPI, ജയ് ഇന്ത്യ. നന്ദി PK നാസർ പുറക്കാട്. ഷഹീദ് ഷാൻ അനുസ്മരണത്തിനായി SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജോർജ് മുണ്ടക്കയം സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് CPL ലത്തീഫ്, വേദിയിലുള്ള പാർട്ടിയുടെയും വർഗ വിഭജന സംഘടനകളുടെയും പ്രതിനിധികൾ, പ്രിയപ്പെട്ട ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് അതിന് വെളിയിൽ ഒക്കെ ഇരിക്കുകയും ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രക്തസാക്ഷികളാണ് ഈ പാർട്ടിയുടെ എല്ലാം. ഈ പാർട്ടി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ഭരണകൂട വേട്ടയ്ക്കുമെതിരായി പോരാടി ജയിലിലടയ്ക്കപ്പെട്ടവർ, ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജയിലിലടയ്ക്കപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങളുടെ ത്യാഗമാണ് ഈ പാർട്ടി. ബാക്കിയെല്ലാം അവർക്ക് മുമ്പിൽ, അവരുടെ ത്യാഗത്തിന് മുമ്പിൽ ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിസ്സാരമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംഘാടനത്തെ ഈ രാജ്യത്തെമ്പാടും ഒറ്റുകൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലും അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ ആ അഭിപ്രായങ്ങളും ആശയവ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിലോ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഒക്കെ അകൽച്ചകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തേണ്ടത് രക്തസാക്ഷികളുടെയും ജയിലറകളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെയും ത്യാഗോജ്വലതയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ അനുസ്മരണ സമ്മേളനത്തിലൂടെ അത്തരം ഒരു ത്യാഗ മനോഭാവമുള്ള ആളുകളുടെ ആ പ്രവർത്തനങ്ങളെ നിങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുസ്മരണമായി ഇതിനെ മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഏതാണ്ട് 4 വർഷം മുമ്പ് അന്ന് SDPI എന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു കേവല മെമ്പർഷിപ്പ് മാത്രം എടുത്ത് ഒരു ടെലിവിഷൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു CCTVയിൽ ഒരു ബൈക്ക് ഓടിച്ചു വരുന്ന ആൾ ഇടിച്ച് വീഴ്ത്തപ്പെടുകയും കുറേ ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച കണ്ടത്. SDPയെ പറ്റി കൂടുതലും മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു അവസരമായതിനാൽ അന്ന് ഉറക്കമളച്ച് ഈ വാർത്തകളൊക്കെ കാണുകയാണ്. അത്തരം കാഴ്ചകളിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ SDPയുമായി ബന്ധപ്പെട്ട്, ഷാനുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കരുതൽ തടങ്കലിലെടുക്കുന്ന ഒരു പോലീസ് സംവിധാനത്തെ ഞാൻ കണ്ടു. മണ്ണഞ്ചേരിയുടെ മണ്ണിൽ വീടുകളിൽ കയറി ആക്രമിച്ച് പോലീസും ഗുണ്ടകളും അടങ്ങിയ ആളുകൾ വലിയ തോതിലുള്ളൊരു ഗൂഢ ആലോചനയുടെ ഫലമാണ്, അതായിരുന്നു ഷാൻ്റെ കൊലപാതകമെന്ന് തെളിയിക്കത്തക്ക നിലയിൽ ഈ പ്രദേശത്താകെ ഭീതി വിതയ്ക്കുന്ന, ഭയം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ആ ദിവസങ്ങളിലെ ഒരു ചാനൽ ചർച്ചകളിലാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ചെറുപ്പക്കാരനായ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൊലയാളികളുടെ പക്ഷം പിടിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ പിന്തുണയ്ക്കായി കൊല്ലപ്പെടേണ്ട ആളാണ് എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള വ്യാജ വർത്തമാനം ഞാൻ കാണുന്നത്. ലോകം നിലനിൽക്കുന്നത് നീതിയിലാണ്, സത്യസന്ധതയിലാണ്. ഈ ലോകം ഇത്രയും കാലം മുന്നോട്ട് വരുന്നത്. ലോകം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളെയൊക്കെ വല്ലാതെ 5.5 ലക്ഷം ആളുകളെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നുകളഞ്ഞ ചരിത്രം ലോകത്തിനുണ്ട്. പക്ഷേ ലോകത്ത് സത്യമാണ് നിലനിന്നത്. നമ്മൾ അറിയണം, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം കേരളത്തിൽ എത്രയോ MLAമാർ, MP മാർ, മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ പ്രമാദമായ എത്രയോ സ്ത്രീപീഡന പരാതികളിൽ പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ അറിയണം, ഒരു രക്തസാക്ഷിയുടെ ശവത്തിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന തൻ്റെ
തൻ്റെ വാഗ്വിലാസം പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ ഏറ്റവും നിഷ്ഠൂരമായി വീണ്ടും വീണ്ടും കൊല ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം, കേരളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു MLA, നിങ്ങൾ ആലോചിക്കണം, പേപ്പട്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്ത്രീ പീഡകർ ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു രക്തസാക്ഷിയെ ഏറ്റവും കൃത്യമായി അവഹേളിച്ചവൻ, കൊലയാളികൾക്കൊപ്പം നിന്ന് വീണ്ടും കൊന്നവൻ, അവൻ ഇന്ന് എത്രമാത്രം പൈശാചികമായി വേട്ടയാടപ്പെടുന്നു എന്ന് നമ്മൾ അറിയണം. അത്തരത്തിൽ ലോകത്ത് നീതിയുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നീതി നിറഞ്ഞ സമീപനങ്ങൾ എടുക്കുന്ന തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടെ ഈ നിർഭയ രാഷ്ട്രീയത്തിന് സമർപ്പണത്തോടെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകരെയും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നിങ്ങളെ ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭീം, ജയ് സോഷ്യൽ ഡെമോക്രസി. നന്ദി ശ്രീ ജോർജ് മുണ്ടക്കയം. ഷഹീദ് ഷാൻ അനുസ്മരണത്തിനായി SDPI സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SP അമീർ അലിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ, വിമൻ ഇന്ത്യ മൂവ്മെൻ്റ് സംസ്ഥാന നേതാക്കന്മാർ, ഈ ഷാൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ വൈകിയതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ വിശദമായി ഷാൻ അനുസ്മരണം നടത്തിയതുകൊണ്ടും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഷാൻ അനുസ്മരണ പരിപാടിയിൽ ആദ്യമായാണ് എനിക്ക് പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജയിലിൽ വെച്ചുകൊണ്ട് ബാക്കി വെച്ച ചില പരീക്ഷകളുടെ ഭാഗമായി ഇഗ്നോയുടെ ഒരു പരീക്ഷ ഇന്ന് തീരുമാനിച്ചിരുന്നു. ആ പരീക്ഷയും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഷാൻ്റെ അനുസ്മരണ പരിപാടിക്ക് പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഈ ആലപ്പുഴയിൽ യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ഈ പ്രദേശത്ത് ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിൽ ഷഹീദ് ഷാൻ മാത്രമായി അവശേഷിക്കുന്ന ഒരു മനോനിലയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. ഇവിടെ വന്നത് മുതൽ ഷാൻ്റെ മുഖം മാത്രമാണ് മനസ്സിലുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനാണ് രക്തസാക്ഷിത്വം എന്നൊക്കെ ഒരുപാട് മുമ്പ് നമ്മൾ പലരും ചിന്തിച്ചിരുന്നു. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ 12-13 വയസ്സുള്ള സമയത്ത് എൻ്റെ പിതാവിനെ എന്നെയും കൂട്ടി മമ്പുറം മക്കാമിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. മമ്പുറം മക്കാമിൽ മിക്കവാറും വ്യാഴാഴ്ചകളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ മക്കാമിൽ ചെന്നുകൊണ്ട് ഉപ്പയുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ചില വരികൾ എന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും അല്ലാഹുവേ ഞങ്ങളെ നീ രക്തസാക്ഷികളായി മരിപ്പിക്കണേ എന്ന് പറയാറുണ്ടായി. ആ ചെറിയ പ്രായത്തിൽ എന്താണ് രക്തസാക്ഷിത്വം എന്ന് മനസ്സിലായിരുന്നില്ല. പലപ്പോഴും അതേ സമയങ്ങളിൽ തന്നെയാണ് നമ്മുടെ മതപ്രഭാഷകരിൽ പലരും യഥാർത്ഥത്തിലുള്ള നല്ല മരണം എന്ന് പറയുന്നത് മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ മധ്യേ കിടന്ന് പുഞ്ചിരിച്ച് ചിരിച്ചു മരിക്കുന്നതാണ് നല്ല മരണം എന്ന് മൗലവിമാരൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് രക്തസാക്ഷിയായി മരിപ്പിക്കണേ എന്ന് എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തിരുന്നത്. പിന്നീട് ധാരാളം രക്തസാക്ഷികൾക്ക് നമ്മുടെ പ്രസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അങ്ങനെ നമ്മളുടെ ജീവിതം, ജോർജേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ, നമ്മുടെ പാർട്ടിയും നമ്മളുടെ ആദർശവും അതിന് കരുത്തു നൽകുന്ന ഇന്ധനമായി നമ്മുടെ മുന്നോട്ട് പോക്കിനുള്ള ശക്തിയായി രക്തസാക്ഷികൾ അവശേഷിച്ചിരിക്കുന്നു. നമ്മളിൽ നിന്നും
കഴിഞ്ഞ 4 വർഷം മുമ്പ് വിട പറഞ്ഞ ഷഹീദ് ഷാൻ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്, സുബൈർ സാഹിബ്, എനിക്ക് വ്യക്തിപരമായി ഏറ്റവും വളരെ അടുത്ത 2 രക്തസാക്ഷികളാണിവർ. പലപ്പോഴും ഞാനടക്കമുള്ള ജയിലിൽ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തടവുകാരായിട്ട് വർഷങ്ങളോളം കിടക്കുന്ന സഹോദരന്മാർ വൈകുന്നേരങ്ങളിൽ നിശബ്ദമായ സാഹചര്യത്തിൽ ചീവീടുകളുടെ ശബ്ദം മാത്രം ശ്രവിച്ച് സെല്ലുകളിൽ നിശബ്ദമായി കിടക്കുന്ന സമയത്ത് നമുക്ക് ഊർജം നൽകുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രസ്ഥാനം രക്തസാക്ഷികളുടേതാണ്, രക്തം ഒഴുക്കിയവരുടേതാണ് എന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ അതിജീവിച്ച് എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിലും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ആദർശത്തിൻ്റെ ബലം കൊണ്ടും ശക്തി കൊണ്ടും അതിൻ്റെ വിശാലത കൊണ്ടുമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന, രാജ്യത്ത് വലിയ ശക്തിയായിട്ടുള്ള സംഘപരിവാർ ശക്തികളാണ്, സംഘപരിവാർ ഭരണകൂടമാണ് എന്നിരിക്കെ നമ്മളിപ്പോഴും സധൈര്യം ധീരമായി നമ്മുടെ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും വിമോചനത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടും നമ്മളിങ്ങനെ ഒത്തുകൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ തകർക്കാനോ നമ്മളെ ഇല്ലാതാക്കാനോ നമ്മളെ അവസാനിപ്പിക്കുവാനോ ഒരു സംഘപരിവാർ ഭരണകൂടത്തിനും കഴിയുകയില്ല എന്നതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രത്യേകിച്ച് സഹോദരിമാരോട് എനിക്കൊരു കാര്യം മാത്രം പറയാൻ ഉണ്ട് എന്ന് പ്രത്യേകം പറയുകയാണ്. ഞാൻ 2-3 വർഷക്കാലത്തെ ജയിൽ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ പല ആളുകളുടെയും കുടുംബനാഥന്മാർ, ഭർത്താക്കന്മാർ ജയിലുകളിലാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ശിക്ഷ നേരിട്ടിട്ടുള്ള, തടവ് നേരിട്ടിട്ടുള്ള സഹോദരന്മാരുള്ള ജില്ലയും കൂടിയാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് ആ സഹോദരന്മാരെ നിങ്ങൾ പിന്തുണക്കണം, അവർക്ക് സ്നേഹം നൽകണം, അവർക്ക് പരിഗണന നൽകണം. അവരൊരിക്കൽ പോലും നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മറന്നു പോകരുത്. അവരുടെ സഹധർമ്മിമാർ അവരെ ചേർത്ത് പിടിക്കണം. തീർച്ചയായും ഒരു ദിവസം വിമോചനത്തിൻ്റെ ഒരു ദിവസം നമ്മുടെ നാടും സമൂഹവുമൊക്കെ നമ്മുടെ പാർട്ടിയുമൊക്കെ വിജയിക്കുന്ന ഒരു കാലം, ഒരു സമയം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വരും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ ആശംസകൾ, ഷഹീദ് ഷാൻ്റെ ഈ അനുസ്മരണ പരിപാടിക്ക് വേണ്ടിയുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് SDPI, ജയ് ഹിന്ദ്. നന്ദി SP അമീർ അലി സാഹിബ്. ധീരരക്തസാക്ഷി KS ഷാന്റെ നാട്ടിൽ നിന്നും KS ഷാൻ കൊളുത്തിവെച്ച ദീപശിഖയുമായി ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് നയിച്ച KS ഷാന്റെ ഓർമ്മകൾ തലമുറ കൈമാറി ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് SDPI ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ K റിയാസ് അനുസ്മരണം നടത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള സംസ്ഥാന ജില്ലാ നേതാക്കൾ, എൻ്റെ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ്റെ രക്തസാക്ഷി ദിനമാണ്. ഒട്ടനവധി സമര പോരാട്ടങ്ങൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും നടത്തി, അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് സാധാരണക്കാരുടെ ഒരു നിയമ ഉപദേശകനായി നിന്നുകൊണ്ട് ആ ഷാനെയാണ് RSS ക്രിമിനലുകൾ 2021 ഡിസംബർ 18 വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്ങനെ ജനഹൃദയങ്ങളിൽ സ്വാധീനമുറപ്പിച്ച ആളുകളെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പാർട്ടിയെ താർക്കാമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെ ഉത്തരമാണ്
ഈ കഴിഞ്ഞ പോയ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. അങ്ങനെ RSSകാർക്ക് ആ കൊലപ്പെടുത്തുകൾ തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ ലോക്കൽ ബോഡിയിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഷാന്റെ ഹൃദയ ഭൂമിയായ മണ്ണഞ്ചേരിയിൽ അവിടെ BJPയുടെ ഒരു സീറ്റുള്ള ആ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ തയ്യാറായതെന്നുള്ള സംഗതിയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ SDPIക്ക് ഉണ്ടായിരുന്ന 2 സീറ്റ് 4 സീറ്റാക്കി ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ്, സംസ്ഥാന തലത്തിൽ ഏക ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് 1340 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നമ്മൾ അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചെടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹസീന ബഷീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. 701 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനപിന്തുണയാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടുപോയ ഒരാളെയാണ് ഈ RSSകാർ, RSS ക്രിമിനലുകൾ കൊന്ന് കളഞ്ഞത്. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കുന്നു. നമുക്കറിയാം, പ്രിയപ്പെട്ട ഷാൻ, നിന്റെ ഹൃദയഭൂമിയിലാണ് ആലപ്പുഴയിൽ വിവിധ പഞ്ചായത്തുകൾ നിർണായക സ്വാധീനം ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അരൂക്കുറ്റി പഞ്ചായത്തിൽ നമ്മൾ തീരുമാനിക്കണം ആര് ഭരിക്കണമെന്ന്. ആലപ്പുഴ നഗരസഭയിൽ നമ്മൾ തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ പഞ്ചായത്തിൽ നമ്മൾ തീരുമാനിക്കണം ആര് ഭരിക്കണമെന്ന്. അതോടൊപ്പം തന്നെ താമരക്കുളത്തും വള്ളികുന്നം പഞ്ചായത്തിൽ നമ്മൾ തീരുമാനിക്കണം ആര് ആ പഞ്ചായത്തിൽ ഭരിക്കണമെന്നുള്ള തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ആ രീതിയിൽ ആ ജില്ലയിലെ പ്രവർത്തകരെ സജ്ജീകരിച്ച് ലോക്കൽ ബോഡിയിൽ എങ്ങനെ ഏത് രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നു ഷാൻ, കഴിഞ്ഞ ടൈമിൽ ഉൾപ്പെടെ. ആ പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാകുന്നു. RSS ക്രിമിനലുകൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, RSSന്റെ ക്രിമിനലുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ആളുകളെ ആക്രമിച്ചും ഭയപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും പോകാമെന്ന് കരുതിയാൽ അതിനെ നേരിടാൻ തയ്യാറായ ഒരു ജനവിഭാഗം ഇവിടെ വാർത്തെടുത്തുകൊണ്ട് ഒരു സംശയമില്ല. അവർക്ക് ഊർജം നൽകുന്നത് നമ്മുടെ ഷഹീദ് കെ ഷാനാണ്. അതുകൊണ്ട് ഷാനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI. നന്ദി കെ റിയാസ് സാഹിബ്. അനുസ്മരണ സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് SDPI ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പഴയങ്ങാടി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ നേതാവ് കെ ഷാൻ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. കെ ഷാൻ്റെ കർമ്മമണ്ഡലം ഇവിടെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മണ്ണഞ്ചേരിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കർമ്മമണ്ഡലത്തിൽ വെച്ച് തന്നെ അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. നമുക്കറിയാം, ദിവസവും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കെ ഷാൻ. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ വെച്ച് തന്നെ അദ്ദേഹം വീര രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ കെ ഷാൻ്റെ രക്തസാക്ഷിത്വം മൊത്തത്തിൽ നമുക്ക് ഊർജം നൽകുന്നുണ്ട് എങ്കിലും വിശിഷ്യ മണ്ണഞ്ചേരിയുടെ മണ്ണിൽ അതിൽ കൂടുതൽ അതിന് ശക്തി നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മണ്ണഞ്ചേരിയിലെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതിനെല്ലാറ്റിനും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു.
അതിൻ്റെ കലാശക്കൊട്ടിലാവട്ടെ, അതോടൊപ്പം തന്നെ വിജയിച്ചതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിലാവട്ടെ, മൊത്തത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പ്രത്യേകം ഒരു സൗന്ദര്യമുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ സഹോദരന്മാരും അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ അവർ സ്വപ്നം കണ്ടതും അവരാഗ്രഹിച്ചതും കേശാൻ്റെ മണ്ണിൽ വിപ്ലവകരമായ ചരിത്രപരമായ വിജയം നമുക്ക് വരിക്കണമെന്ന ഒരു നിശ്ചയദാർഢ്യം, ഒരു ദൃഢപ്രതിജ്ഞ ആ സഹോദരന്മാരുടെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സർവേശ്വരനായ പ്രപഞ്ചനാഥൻ അവരുടെ ആ പ്രവർത്തനത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ രക്തസാക്ഷിയായ പ്രിയപ്പെട്ട നമ്മുടെ കേശാൻ്റെ ആ ജീവിതം എത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചോ ആ ഒരു പ്രവർത്തനത്തിന് കൂടുതൽ ശക്തിയും കരുത്തും പകരുന്ന വിജയമാണ് നമുക്ക് മണ്ണഞ്ചേരിയിലടക്കം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങൾ നമുക്ക് വിജയിച്ച് കയറാൻ സാധിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരം നമ്മൾ പരിശോധിക്കുമ്പോൾ രക്തസാക്ഷിത്വങ്ങളും കഴിമരങ്ങളും ജയിലറകളുമില്ലാത്ത ഒരു പൊതുപ്രവർത്തനം എന്ന് അസാധ്യമാണ്. നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം പ്രയാസങ്ങൾ നേരിടുക അനിവാര്യമായ ഒരു ഘട്ടമാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. നമുക്കറിയാം, നമ്മുടെ ശത്രുക്കൾ മഹാത്മജിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചുകൊണ്ട് മഹാത്മജിയെ വധിച്ചുകൊണ്ട് അവർ തുടങ്ങി വെച്ച അക്രമ പരമ്പര അവർ ഇന്നും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു നവസാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ പ്രയാസകരമാണ്, അത് വളരെയധികം പ്രതിലോഭകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഉറച്ച കാൽവെപ്പോടുകൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച പ്രിയപ്പെട്ട നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിന് അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് സാഹിബിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച PR സിയാദ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, റിഹാനത്ത് സുധീർ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി, അജ്മൽ ഇസ്മയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, TK നാസർ പുറക്കാട്, SDTU സംസ്ഥാന സമിതി അംഗം, ജോർജ് മുണ്ടക്കയം പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, SP അമീർ അലി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് K റിയാസ്, ഈ നേതൃത്വം കൊടുത്ത മുഴുവൻ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളെല്ലാവരും രാഷ്ട്രീയപരമായ പോരാട്ടത്തിൻ്റെ ആ പ്രവർത്തന മേഖലകളായിരുന്നു സജീവമായി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ വാർഡുകളിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പോലും ആസൂത്രണം ചെയ്യുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനകം നമ്മുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ, ഈ ജില്ലയുടെ തെക്ക് വടക്കേ അറ്റം മുതൽ ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയ മുഴുവൻ സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി. അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഷഹീദ് KS ഷാൻ അനുസ്മരണ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു.